യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. പാഞ്ഞെത്താൻ വയ്യയെന്നോ അപകടനികടം ചെന്നിടാൻ പേടികൊണ്ടോ കൂട്ടം കാണാൻ ചെടിപ്പോ ഒളിവിലകലുവാനാണ് നിന്നിഷ്ടമെന്നോ നോക്കിക്കാമെന്നു വെച്ചോ അവരവരവരിനുള്ളിടം തന്നെയുള്ളാൽ നോക്കിക്കാമെന്നു വെച്ചോ അവരവരവരിനുള്ളിടം തന്നെയുള്ളാൽ ചൊല്ലൂ ഞാൻ കേട്ടിടട്ടെ മുറവിളിയരികിൽ ചെന്നു നിൽക്കാത്തതെന്തോ ചൊല്ലൂ ഞാൻ കേട്ടിടട്ടെ മുറവിളിയരികിൽ ചെന്നു നിൽക്കാത്തതെന്തോ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും കൂടി 3 തവണ കൂട്ടായി ഓങ്കാര ജപം ഒരു തപോനുഷ്ഠാനമായി ചെയ്യുക. ലോകം മുഴുവനും പ്രസരിക്കണം നമ്മുടെ ഈ ജപം. അത് സൃഷ്ടിക്കുന്ന ശബ്ദതരംഗങ്ങൾ എല്ലാ ദിക്കിലും ഒരു മംഗള സ്വാധീനം ജനിക്കണം എന്നതാകണം നമ്മുടെ ഉദ്ദേശം. കേരളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിലും ഒതുങ്ങാതെ ലോകം മുഴുവനും വ്യാപിച്ച് ജനങ്ങളിൽ ഭദ്രതയും ഐക്യവും സദ്ബുദ്ധിയും സത്പ്രേരണകളും എല്ലാം തന്നെ ഉണ്ടാവട്ടെ. അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു തപോനുഷ്ഠാനവും സംഭാവനയുമാണത്. മനുഷ്യ മനസ്സിന് മാത്രമേ ലോകത്തോളം വിശ്വത്തോളം വ്യാപിച്ച് സാർവജനീനമായ സങ്കല്പങ്ങൾ രചിക്കാൻ സാധിക്കൂ. ഇത് മനുഷ്യന് മാത്രമുള്ള വിശേഷപ്പെട്ട ഒരു സമ്മാനമാണ് പ്രകൃതിയുടെ, ഈശ്വരന്റെ. ദാ കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഓ എന്തു പറ്റി? ഇതിനാ നിങ്ങളിവിടെ വന്നിരിക്കണേ? എല്ലാവരും മടി വിട്ട് ഉറക്ക ജപിക്കൂ. എത്ര തവണ പറയണം? ഇതാ ഓ പോരാ, അവസാനത്തത് ഓ ഹരിഹി ഓം തത്സ്. ജയ ഗുരു. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങൾ ഉള്ളതാണ്. അതിൽ 10 സ്കന്ധം വരെ വിശ്വത്തിന്റെ രചനയടക്കം, ഉദ്ഭവമടക്കം, നിലനിൽപ്പടക്കം
ആ നിലനിൽപ്പിനെ ഭദ്രമാക്കാൻ വേണ്ടി കാലാകാലത്ത് സാധാരണഗതികൾ വിട്ട് അസാധാരണമായിരിക്കുന്ന ചില ഗതിവിശേഷങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഈശ്വരൻ പ്രത്യേകിച്ച് അവതരിച്ചു ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതെല്ലാമായി 10ാമത്തെ സ്കന്ധത്തിൽ കൃഷ്ണപരമാത്മാവിനെ മനുഷ്യജന്മം നൽകി അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ ബാലലീലകളും ലീലാവിലാസങ്ങളും എല്ലാം ഒരു ഭാഗത്ത്, അതിനുശേഷം മധുരയ്ക്ക് ചെന്നതിന് ശേഷം അമ്മാമനെ വധിച്ച് കാരാഗൃഹത്തിലിരുന്ന അമ്മാമന്റെ അച്ഛനെ അവരെല്ലാം കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി ജരാസന്ധന്റെ ആക്രമണം വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് വിചാരിച്ച് ദ്വാരക എന്ന് പറഞ്ഞ സമുദ്രത്തിന്റെ ഉള്ളിൽ വലിയ ഒരു രാജധാനിയും പട്ടണവും തലസ്ഥാനവും ഒക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് അദ്ദേഹം എന്തിനു വേണ്ടി ജന്മം സ്വീകരിച്ചോ ആ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ച് 15 കോടി ജനങ്ങളോളം ഹനിച്ച് 120 അല്ല 125 വയസ്സും കഴിഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ തിരിച്ചു പോണം എന്നുള്ള വിചാരമില്ല. നമുക്കൊക്കെ സാധാരണ 60 വയസ്സായാൽ 60-നപ്പുറം പിറുപിറുപ്പ് എന്നാ പറയുക. 60 കഴിയുമ്പോഴേക്കും നമുക്ക് വയ്യ, പെൻഷൻ പറ്റി, ജോലിയില്ല, വീട്ടിലുള്ളവർക്ക് കുറേയൊക്കെ വിഷമം, വീട് പോന്ന് പറയണു, കാട് വാവാന്ന് പറയണു എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ആ വക കുഴപ്പങ്ങളൊന്നുമില്ല കൃഷ്ണപരമാത്മാവിന്. 20 കഴിഞ്ഞ് 25 കഴിഞ്ഞു, 125 വയസ്സും കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരല്ലലും ഇല്ല, ഒരലട്ടും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപരിവാസികൾ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ വന്ന് ഭൂമിയിൽ തൊടാതെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു വലിയ മെമ്മറാൻഡം, ഒരു നിവേദനം സമർപ്പിച്ചത്. ഞാനാണ് അങ്ങയോട് വന്ന് പറഞ്ഞത്, ഭൂലോകത്തിൽ ജനിച്ച് ഭീമമായ കൃത്യം, ധർമ്മസംരക്ഷണം, അധർമ്മത്തെ അടിച്ചമർത്തണം, അതിനുവേണ്ടി ജന്മമെടുക്കണം എന്ന് പറഞ്ഞു, എടുത്തു, അതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഇങ്ങനെ തുടർന്നു പോകേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ അനാഥന്മാരാണ്, അങ്ങ് വിട്ടുവന്ന കസേര ഒഴിവായി കിടക്കുക, അതിലിരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് വേഗം തന്നെ തിരിച്ചു വരണേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, അങ്ങ് പറയുന്നത് ശരിയാ, എൻ്റെ മനസ്സിലും അത് തന്നെയാണ് വിചാരം. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. പക്ഷേ എന്തായി? പക്ഷേ കൂട്ടത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ അപകടം? എന്റെ കുലത്തിൽ തന്നെ പെട്ടവർ എല്ലാവരും ധിക്കാരികളായിരിക്കുന്നു. അവർക്ക് ശക്തി കൂടി, പ്രസിദ്ധി കൂടി, അവരെ നേരിടാനോ വെല്ലുവിളിക്കാനോ ലോകത്തിൽ ആരുമില്ല. കൃഷ്ണപരമാത്മാവിന്റെ വംശജരാണ്, കൂടെ നിൽക്കുന്നവരാണ്. അവരുടെ സഹായത്തോടുകൂടി, പങ്കാളിത്തത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ ലോകസംഗ്രഹ ദൗത്യം മുഴുവനും നിർവഹിച്ചത്. അപ്പൊ ഇത്ര വലിയ മഹാദൗത്യത്തിൽ നിർവഹിച്ച ആ പങ്കാളിത്തം എന്നുള്ള ഒരു അഭിമാനമുണ്ടല്ലോ, ആ അഭിമാനം വളരെയധികം വിഷമം ജനിപ്പിക്കുന്നതാണ്. ഞാനുള്ളപ്പോ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും, ഞാൻ പോയിക്കഴിഞ്ഞാലോ കുത്തഴിഞ്ഞതാവും പെരുമാറ്റം. സമുദ്രങ്ങൾ തന്നെ കരകവിഞ്ഞൊഴുകിയാൽ എന്തായിരിക്കും സ്ഥിതി? ഭൂതലം മുഴുവനും ഉപ്പുവെള്ളമാവും, അവിടെ സസ്യങ്ങൾ പോലും വളരില്ല, എല്ലാം ശുഷ്കമാവും, വരണ്ടുപോകും. അതേമാതിരി ഒരു അപകടമാണ് എൻ്റെ വംശജരെ കൊണ്ടുവരിക. ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവരെ നശിപ്പിച്ചിട്ട് വന്നു കളയാം എന്നാ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ധാരാളം പണമുണ്ട്, സൗകര്യമുണ്ട്, സ്വത്തുണ്ട്, 1-2 കുട്ടികളുണ്ട്. പക്ഷെ ആ കുട്ടികളുടെ പോക്ക് ശരിയല്ല. എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഞാൻ സമ്പാദിച്ച മാതിരിയോ നിലനിർത്തിയ മാതിരിയോ നിലനിർത്തില്ല. അവരൊക്കെ ദുർവ്യയം ചെയ്യും, ധൂർത്തന്മാരാകും, അവരുടെ കൂട്ടുകെട്ടാകെ പഴയ്ക്കും. എന്നിട്ട് തെറ്റായ പെരുമാറ്റത്തിലൂടെ ഭീകരർ വരെ ആകാം എന്ന് കണക്കാക്കി സ്വത്ത് കൊടുക്കാതെ കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും പരിശ്രമിക്കില്ല. എന്നാൽ അത് പരിശ്രമിക്കണം, അപ്പോഴേ രക്ഷാകർത്താക്കന്മാരായുള്ളൂ. മക്കൾക്ക് സ്വത്തൊക്കെ കൊടുക്കണം, നല്ല കാര്യത്തിനാണെങ്കിൽ. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അതുമാതിരിയാണ് ശരിയല്ലാത്ത മക്കൾക്ക് സ്വത്ത് കൊടുക്കണത്. കൊടുക്കരുത്. രാജാക്കന്മാരെല്ലാം അർഹതയില്ല സ്വന്തം മകന് എന്ന് കണ്ടാൽ വേറെ ആരെങ്കിലും സത്പുത്രനെ കണ്ടുപിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തുന്ന വിശിഷ്ട പാരമ്പര്യമാണ് ഭാരതത്തിന്. ഇതാണ് നമ്മുടെ ഭാരതം, ഇതാണ് നമ്മുടെ ഭാരതം. നമുക്ക് അച്ഛനമ്മമാരുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, സഹോദരന്മാർ, ബന്ധുബാന്ധവന്മാർ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം ചെയ്യണമെങ്കിലും ആദ്യവും ഒടുക്കവും നമ്മുടെ മനസ്സിലും മുൻപിലും ലക്ഷ്യവും ധർമ്മമാണ്. ഭർത്താവാണെങ്കിൽ ധാർമ്മിക ഭർത്താവണം, ഭാര്യയാണെങ്കിൽ ധാർമ്മികയായിരിക്കണം ആ സ്ത്രീ.
മക്കളാണെങ്കിലോ ധർമ്മോചിതം ജീവിക്കുന്നവരാവണം. അങ്ങനെ തൊട്ടയിടത്ത് മുഴുവൻ ധർമ്മമാണ് നമുക്ക് പ്രമാണം. അടിത്തട്ടും അത് തന്നെ, അധിഷ്ഠാനവും അത് തന്നെ, അന്തിമ ലക്ഷ്യവും അത് തന്നെ, അതിൻ്റെ ഉള്ളിലുള്ള മാർഗവും അത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു അപകടം വന്നു എന്ന് കണ്ടപ്പോ അവരെ നശിപ്പിക്കണം എന്ന് തീരുമാനിച്ച് ഞാൻ നശിപ്പിക്കാം. അതെങ്ങനെ നശിപ്പിക്കും? ഞാനൊരു കാര്യം ചെയ്യാം. സാധാരണ ഈ മുളയുണ്ടല്ലോ, മുളമ്പട്ടില്, അതിങ്ങനെ വളർന്ന് വളർന്ന് പോവും. ഇവിടെ ഒരു മുളയുണ്ടെങ്കിൽ 1 കിലോമീറ്റർ വരെ അതിൻ്റെ വേരെത്തിച്ചേരും. അത് ഉള്ളിടത്ത് പിന്നെ ഒന്നും മുളയ്ക്കില്ല. അങ്ങനെയാ. അതെങ്ങനെയെങ്കിലും നശിക്കണമെങ്കിൽ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. നല്ലോണം ഉയരമുള്ള മുള അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ആടും കാറ്റില്. ആ നല്ല കാറ്റ് വരുമ്പോൾ കൂട്ടിയടിച്ചിട്ടൊരു തീ പുറപ്പെടുന്നത്. ആ തീയിൽ നിന്ന് പടർന്നു പിടിച്ച് ആ മുള മുഴുവനും വംശനാശം വരും. അതുപോലെ ഞാൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരുടെ ഉള്ളിൽ ഒരു കലഹമോ ഒരു വിഷമമോ ഉണ്ടാക്കി അതിൻ്റെ പരിണതഫലമായി എല്ലാവരും തമ്മിത്തല്ലി മരിക്കും. മരിക്കണ സമയത്ത് കൃഷ്ണനും ബലരാമനും അവിടെ ചെന്നു. അവർ തമ്മിത്തല്ല് കണ്ടിട്ട് ബലരാമനെയും അടിച്ചു, കൃഷ്ണനെയും അടിച്ചു. ബലരാമന് സങ്കടം സഹിക്കുവയ്യാതെ നിരാശയോടുകൂടി പോയി. അവസാനം കൃഷ്ണനും പോയി. അങ്ങനെയൊക്കെയാ. അപ്പൊ അവരെ നശിപ്പിച്ച് ആ മാർഗത്തിന്റെ അവസാനത്തെ കണ്ണിയായി ഞാനും എൻ്റെ ശരീരത്തിന് വിടാം എന്ന് പറഞ്ഞയച്ചു. ഇതങ്ങോട്ട് കേട്ടപ്പോഴോ ഉദ്ധവൻ വളരെ അടുത്ത് പെരുമാറുന്നവനാ. വിശ്വസ്തനാണ്, ഭൃത്യനാണ്, മന്ത്രിയാണ്, ഭക്തനുമാണ്. കൃഷ്ണൻ പോകുന്നിടത്തൊക്കെ ഉദ്ധവൻ ഒരാളെ മാത്രം കൊണ്ടുപോകും. എന്നാൽ ഉദ്ധവനോട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉദ്ധവ, ഭവാൻ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞ മാതിരി ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വിശ്വസ്തനും ഭൃത്യനും ഭക്തോത്തമനുമായിരിക്കുന്ന ഉദ്ധവൻ ഈ വർത്തമാനം സ്വാഭാവികമായും അറിഞ്ഞു കാണും. അറിഞ്ഞങ്ങട് കണ്ടപ്പോ ഉദ്ധവന് സഹിക്കുവയ്യാണ്ടായി. അപ്പൊ ആ സമയത്ത് പോയി കൃഷ്ണനോട് പറയേണ്ടതും കൃഷ്ണൻ മറുപടി പറയുന്ന ഒരു ഭാഗം കുറച്ചൊന്ന് ഞാൻ ഭാഗവതം ചൊല്ലാം. പഠിക്കല്ല, ഒന്ന് ചൊല്ലാമെന്ന് തോന്നുന്നു. എന്തു പറയുന്നു നിങ്ങള്? ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതത്കുലം നൂനം ലോകം സന്ധ്യക്ഷതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്ന യദീശ്വരഃ നാഹം തവാംഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി തവ വിക്രീഡിതം കൃഷ്ണാൻ നൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജനഃ ശയ്യാസനാടനസ്ഥാന സ്നാന ക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി ത്വയോപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിതാഃ ഉച്ഛിഷ്ടഭോജിനോ ദാസാഃ തവ മായാം ജയേമഹി ത്വയോപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിതാഃ ഉച്ഛിഷ്ടഭോജിനോ ദാസാഃ തവ മായാം ജയേമഹി വാതരശനായ ഋഷയഃ ശ്രമണാ ഊർധ്വമന്ഥിനഃ ബ്രഹ്മാഖ്യം ധാമദേയാന്തി ശാന്താഃ സന്യാസിനോ മലാഃ വയം ത്വിഹ മഹായോഗിൻ ഭ്രമന്തഃ കർമ്മവത്മസു ത്വദ്വാർത്തയാ തരിഷ്യാമഃ താവകൈഃ ദുസ്തരം തമഃ സ്മരന്തഃ കീർത്തയന്തസ്തേ കൃതാനി ഗതിതാനി ച ഗത്യുസ്മിതേ ക്ഷണക്ഷ്വേലി യന്ത്രിലോകവിഡംബനം. ശ്രീശുക ഉവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുതഃ ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത. അടുത്ത അധ്യായം. യഥാർത്ഥമാം ശ്രീ ഭഗവാനുവാച യഥാർത്ഥമാം മഹാഭാഗാ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാ ഭവോ ലോകപാലാഃ സ്വർവാസം മേഭികാംക്ഷിണഃ മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷതഃ യദർത്ഥമവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിതഃ കുലം വൈ ശാപനിർദഗ്ധം നക്ഷ്യത്യന്യോന്യവിഗ്രഹാത് സമുദ്രസപ്തമേന്യേതാം പുരീം ച പ്ലാവയിഷ്യതി. യർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗലഃ ഭവിഷ്യത്യജിരാത് സാധോ കലിനാപി നിരാകൃതഃ ന വസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലൗ യുഗേ ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃ സമ്യക് സമദൃഗ്വിചരസ്വഗാം യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ
നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത തസ്മാത് യുക്തേന്ദ്രിയഗ്രാമോ യുക്തചിത്ത ഇദം ജഗത് ആത്മനീക്ഷസ്വ വിദതം ആത്മാനം മയ്യധീശ്വരേ. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരിണാം ആത്മാനുഭവതുഷ്ടാത്മാനാന്തരായ ഇർവിഹന്യസേ ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധാന്ന നിവർത്തതേ ഗുണബുദ്ധ്യാ ച വിഹിതം ന കരോതി യഥാർഭകഃ. സർവഭൂതസുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാനനിശ്ചയഃ പശ്യന്മദാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനഃ. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപ ഉദ്ധവ പ്രണിപത്യാഃ തത്വജിജ്ഞാസുരച്യുതം. ഉദ്ധവ ഉവാച യോഗേശ യോഗവിന്യാസ യോഗാത്മന്യോഗസംഭവ നിശ്രേയസായ മേ പ്രോക്തഃ ത്യാഗഃ സന്യാസലക്ഷണഃ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭിഃ സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഃ. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. സത്യസ്യ തേ സ്വദൃശ ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വവിനാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തവ മായയേ മേ ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഃ. തസ്മാദ്ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമഗുണ്ഠവിഗുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഖ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. ശ്രീഭഗവാനുവാച പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാഷയാത്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ യത്പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. പുരുഷത്വേ ച മാം ധീരാഃ സാഖ്യയോഗ വിശാരദാഃ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്ത്യുപബൃംഹിതം. ഏകദ്വിത്രിചതുഷ്പാദോ ബഹുപാദസ്തഥാപദഃ ബഹ്വ്യഃ സന്ധി പുരഃ സൃഷ്ടാഃ താസാം മേ പൗരുഷീ പ്രിയാ. അത്ര മാം മാർഗയന്ത്യദ്ധാ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണൈർഗുണൈർലിംഗൈഃ അഗ്രാഹ്യമനുമാനതഃ. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോഃ അമിതതേജസഃ. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തം അകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദുഃ പപ്രച്ഛ ധർമ്മവിദ്. യദുരുവാച കുതോ ബുദ്ധിരയം ബ്രഹ്മൻ അകർത്തുഃ സുവിശാരദ യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാംശരതി ബാലവത്. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തെ ആയുഷോ യശസശ്രിയഃ. ത്വന്തു കൽപഃ കവിർദക്ഷഃ സുഭഗോ അമൃതഭാഷണഃ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന ന തപ്യസേ അഗ്നിനാ മുക്തോ ഗംഗാംഭസ്തൈവ ദ്വിപഃ. ത്വം ഹി ന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനഃ. ശ്രീഭഗവാനുവാച യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസാ പൃഷ്ടഃ സഭാജിതഃ പ്രാഹ പ്രശ്രയാവനദം ദ്വിജഃ. ബ്രാഹ്മണ ഉവാച സന്തി മേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാഃ യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹ താൻ ശൃണു. പൃഥിവീ വായുരാകാശമാപോഗ്നിശ്ചന്ദ്രമാരവിഃ കബോധോ അജഗരഃ സിന്ധുഃ പതംഗോ മധുകൃദ്ഗജഃ മധുഹാ ഹരിണോ മീനഃ പിംഗലാ കുരരോർഭഗഃ കുമാരീ ശരകൃത്സർപ്പ ഊർണനാഭിസ്സുപേശകൃത്. ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മനഃ. യതോ യദനുശിക്ഷാമി യഥാവാനാഹുഷാത്മജ
തത്തഥാ പുരുഷവ്യാഘ്ര നിബോധ കഥയാമി തേ ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈഃ തദ്വിദ്വാന്ന ചലേന്മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രതം ശശ്വത്പരാർത്ഥ സർവേഹ പരാർത്ഥൈകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂവൃത്തോ നഗശിഷ്യഃ പരാത്മതാം പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർനൈവേന്ദ്രിയപ്രിയൈഃ ജ്ഞാനം യഥാ ന നശ്യേത നാവകീര്യേത വാങ്മനഃ വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതഃ ഗുണദോഷവ്യഭേദാത്മാ ന വിഷജ്യേത വായുവത്. ഇത്തിരി വേഗത കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരാള് പറയുന്നു, പാർത്ഥിവേഷ്വിവ ദേഹേഷു പ്രവിഷ്ടസ്തദ്ഗുണാശ്രയഃ ഗുണൈർന യുജ്യതേ യോഗി ഗന്ധൈർവായുരിവാത്മദൃക് അന്തർബഹിശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യ അവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിദധസ്യ ഭാവയേത്. തേജോപന്നമയൈർഭാവൈഃ മേഘാദ്യൈർവായുനേരിതൈഃ ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടൈർഗുണൈഃ പുമാൻ സ്വച്ഛപ്രകൃതിസ്നിഗ്ധോ മാധുര്യസ്തീർത്ഥഭൂനൃണാം മുനിഃ പുനാത്യപാം മിത്രമീക്ഷോപസ്പർശകീർത്തനൈഃ തേജസ്വീ തപസാ ദീപ്തോ ദുർധർഷോദരഭാജനഃ സർവഭക്ഷോപി യുക്താത്മാനാദത്തേ മലമഗ്നിവത് ക്വചിച്ഛന്നഃ ക്വചിസ്പഷ്ടഃ ഉപാസ്യ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭുഃ പ്രവിഷ്ടയീയതേ തത്തത് സ്വരൂപോ അഗ്നിരിവൈധസി വിസർഗാദ്യാ ശ്മശാനാം താ ഭാവാദേഹസ്യ നാത്മനഃ കലാനാമിവ ചന്ദ്രസ്യ കാലേനാവ്യക്തവർത്മനാ കാലേന ഹ്യോഘവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ നിത്യാവപി ന ദൃശ്യേതേ ആത്മനോ അഗ്നേർയഥാർച്ചിഷാം ഗുണൈർഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി ന തേഷു യുജ്യതേ യോഗി ഗോഭിർഗാ ഇവ ഗോപതിഃ ബുധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗതഃ ലക്ഷ്യതേ സ്ഥൂലമതിഭിഃ ആത്മാ ചാവസ്ഥിതോർക്കവത് നാദിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യ ക്വാപി കേനചിത് കുർവൻ വിന്ദേത സന്താപം കപോത ഇവ ദീനധീഃ കപോതഃ കശ്ചനാരണ്യേ കൃതനീടോ വനസ്പതൗ കപോത്യാ ഭാര്യയാ സാർദ്ധം ഉവാസ കഥചിത് സമാഃ കപോതൗ സ്നേഹഗുണിതഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ടിം ദൃഷ്ട്യാംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ധതുഃ ശയ്യാസനാടനസ്ഥാനവാർത്താ ക്രീഡാശനാദികം മിഥുനീഭൂയ വിശ്രബ്ധൗ ചേരതുർവനരാജിഷു യം യം വാഞ്ചതി സാരാജൻ തർപ്പയന്ത്യനുകമ്പിത തം തം സമനയത്കാമം കൃച്ഛ്രേണാപ്യജിതേന്ദ്രിയഃ കപോദീ പ്രഥമം ഗർഭം ഗൃഹ്ണതി കാലാഗതേ അണ്ഡാനി സുഷുവേ നീടേ സ്വഭത്യുഃ സന്നിധൗ സതി തേഷു കാലേ വ്യജായന്ത രചിതാവയവാഹരേഃ ശക്തിഭിർദുർവിഭാവ്യാഭിഃ കോമലാംഗതനൂരുഹാഃ പ്രജാഃ പുപുഷതുഃ പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ പൂജിതം താസാം നിർവൃതൗ കലഭാഷിതൈഃ താസാം പതത്രൈഃ സുസ്പർശൈഃ കൂജിതൈർമുഗ്ധചേഷ്ടിതൈഃ പ്രത്യുദ്ഗമൈരദീനാനാം പിതരൗ മുദമാപതുഃ സ്നേഹാനുബദ്ധഹൃദയാവന്യോന്യം വിഷ്ണുമായയാ വിമോഹിതൗ ദീനധിയൗ ശിശൂൻ പുപുഷതുഃ പ്രജാഃ ഏകദാ ജഗ്മദുസ്താസാമന്നാർത്ഥം തൗ കുടുംബിനൗ പരിതഃ കാനനേ തസ്മിന്നർത്ഥിനൗ ചേരതൗശ്ചിരം ദൃഷ്ട്വാ താൻ ലുബ്ധകഃ കശ്ചിത് യദൃച്ഛാദോ വനേചരഃ ജഗൃഹേ ജാലമാദത്യ ചരതസ്വാലയാന്തികേ കപോതശ്ച കപോദീജ പ്രജാപോഷേ സദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മതുഃ കപോദീ സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താൻ അഭ്യതാവത് ക്രോശന്തി ക്രോശതോ ഭൃശദുഃഖിതാ
സാ സകൃത് സ്നേഹഗുണിതാ ദീനചിത്താജ മായയാ സ്വയം ചാബധ്യതശിച ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി കപോദശ്ചാത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികാൻ പ്രിയാൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതി ദുഃഖിതഃ അഹോ മേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമതേഃ അതൃപ്തസ്യ അകൃതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹതഃ അനുരൂപാനുകൂലാചായസ്യ മേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ത്യജ്യ പുത്രൈഃ സ്വർയാദി സാധുഭിഃ സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതദാരോ മൃതപ്രജഃ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിതഃ താംസ്തഥൈവാവൃതാൻ ശിഗ്ഭിഃ മൃത്യുഗ്രസ്താൻ വിചേഷ്ടതഃ സ്വയം ച കൃപണഃ ശിക്ഷു പശ്യന്നപ്യബുധോ അപതത് തം ലബ്ധ്വാ ലുബ്ധഃ ക്രൂരഃ കപോദം ഗൃഹമേധിനം കപോദകാൻ കപോദീം ച സിദ്ധാർത്ഥഃ പ്രയയൗ ഗൃഹം ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാ രാമഃ പദത്രിവത് പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീദതി യഃ പ്രാപ്യ മാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത്സക്തം തം ആരൂഢച്യുതം വിദുഃ യഃ പ്രാപ്യ മാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഖഗവത്സക്തം ആരൂഢച്യുതം വിദുഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ സപ്തമോധ്യായഃ. നിർത്തട്ടെ. നിങ്ങൾക്ക് ഏതാണാവോ ഇഷ്ടം? ഏകാദശ സ്കന്ധത്തിന് മുക്തിസ്കന്ധം എന്നൊരു പേരുണ്ട്. ആ പേര് തെക്കേ ഇന്ത്യയിൽ കേരളത്തിലൊന്നും ആരും പറയാറില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിലെ സന്യാസിമാർ കൂടുതലാണല്ലോ. അവരാണല്ലോ ഇതൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധ വെച്ച് പ്രചരിപ്പിക്കുക. ഗൃഹസ്ഥന്മാർക്കൊരു വിഷമുണ്ടാവും. ആ ഭാഗവതം പറയുന്ന സമയത്ത് ആ പറയുന്നതിൽ വൈരാഗ്യജനകമായ പല ഭാഗങ്ങളും ജ്ഞാനവും സാക്ഷാത്കാരവും വേണ്ടതുപോലെ പ്രതിപാദിക്കുന്ന ചില ഭാഗങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന അവർക്കൊരു ജളിത്വം വരുന്നുണ്ടോന്നാ. അപ്പൊ ഇത് മുക്തിസ്കന്ധം എന്ന് പറഞ്ഞാൽ പരീക്ഷത്തിന് മുക്തി കൊടുത്തതാണ് ശ്രീമദ് ഭാഗവതത്തിലെ വാർത്ത വിവരണം മുഴുവനും. അതേമാതിരി ആർക്കാർക്കെല്ലാം മരണഭയമുണ്ടോ ആ മരണഭയത്തിൽ നിന്ന് രക്ഷ നൽകുക, താപത്രയത്തിൽ നിന്ന് പൂർണ്ണമായി മനസ്സിനെ വിമോചിപ്പിക്കുക, ബുദ്ധിക്ക് വേണ്ടത്ര ആശയത്തെളിച്ചം തരിക. എന്നിട്ട് എത്ര തന്നെ ഗൃഹബന്ധങ്ങളും ഗൃഹസ്ഥ കർത്തവ്യങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ നിസ്സംഗ ബുദ്ധിയ ആ ജ്ഞാനത്തിന്റെ പ്രഭാവത്താൽ, മഹിമയാൽ, സ്വാധീനത്താൽ, അതിൻ്റെ മേന്മയാൽ, അതിൻ്റെ ആ ആനന്ദ സ്പന്ദനത്താൽ വേണ്ടത്ര ആപ്തകാമനായി സാഫല്യ പ്രതീതിയോടുകൂടി സൗഭാഗ്യ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഈ ശ്രീമദ് ഭാഗവതം പറയണത് വേണ്ടതുപോലെ ഗ്രഹിച്ച് വേണ്ടതുപോലെ ആയാൽ. അപ്പൊ കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ഉദ്ധവന്. ഇതേപോലെ കൃഷ്ണൻ പറഞ്ഞത് ആർക്കാ? അർജുനന്. എവിടെ? കുരുക്ഷേത്രത്തിൽ വെച്ച്. അർജുനന്റെ മനസ്സിലുള്ള വിഷമവും ഭയവും നീക്കി യുദ്ധം ചെയ്യിക്കുന്നതായിരുന്നു അവിടുത്തെ രംഗവും ആവശ്യവും. അതേ കൃഷ്ണനാണ് വർഷങ്ങൾ, ദശാബ്ദങ്ങൾക്ക് ശേഷം ദ്വാരകയിൽ സമാധാനത്തോടുകൂടി ഇരുന്ന് ഉദ്ധവനോട് പറയുക. ഉദ്ധവനോട് എന്തിനാ പറയുന്നത്? ഞാൻ വിടുകയായി ലോകം. 7-ാം ദിവസം ദ്വാരക തന്നെ സമുദ്രത്തിനടിയിലാവും. അപ്പൊ അതിന് മുൻപ് തന്നെ രക്ഷപ്പെടണം. അതുകൊണ്ട് ഉദ്ധവ ഇപ്പൊ തന്നെ എന്നെ വിട്ടങ്ങോട്ട് പോയിക്കളയൂ. ഉദ്ധവനുള്ള വിഷമെന്താ? കൃഷ്ണൻ പോയാൽ ഞാൻ എങ്ങനെ കഴിയുന്നാണ്. അപ്പൊ വിഷമം എനിക്കായിക്കോട്ടെ, ഞാൻ ഉള്ളപ്പോ തന്നെ ഉദ്ധവനാ പോയിക്കളയൂ ബദരികാശ്രമത്തിലേക്ക്. അപ്പൊ എന്തിനാ ഞാൻ പോവാൻ നിൽക്കണത്? ഇപ്പൊ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോ, അയ്യോ അത് സാധിക്കില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വജനങ്ങളോട് വല്ലാത്ത ആശാപാശമാണ്. ആ ആശാപാശം വിടണം. അങ്ങയോടുള്ള ഭക്തിയെ പുരസ്കരിച്ചുകൊണ്ട് അങ്ങ് പറയുന്നത് മാതിരി കേട്ടു പോവാണ് വേണ്ടത്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ അഹം മമ എന്ന 2 വിഷമം കിടന്ന് കളിക്കണു. ഈ ശരീരമാണ് ഞാൻ എന്നൊരു തോന്നൽ, ആ ശരീരത്തിന് വേണ്ട ഉപയോഗമോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ ഒരു മമത എൻ്റെയാണെന്നുള്ള തോന്നൽ, ഈ രണ്ടും എൻ്റെ ഉള്ളിൽ കിടന്നുകൂടി കാർന്ന് തിന്ന് അങ്ങ് പറയുന്ന മാതിരി കേട്ടുടനെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? എൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി അവിടെയുള്ള അഹം മമ രണ്ടും തള്ളിക്കളഞ്ഞ് അങ്ങയെപ്പോലെ എന്നെ ആക്കി തരണം.
അതിനുള്ള ഉപദേശം തരൂ. ഇങ്ങനെ തത്വോപദേശം ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഒരാളെയും കാണാനില്ല. ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവരും തന്നെ ബഹിരർത്ഥന്മാരാണ്. അവർക്കൊക്കെ ലക്ഷ്യം ബാഹ്യമാ. ബ്രഹ്മാവ് രചിക്കുന്നു, സൃഷ്ടിക്കുന്നു. എന്താ സൃഷ്ടിക്കുന്നത്? ഇന്ദ്രിയ വസ്തുക്കൾ, ബാഹ്യവസ്തുക്കൾ, ഭൗതിക വസ്തുക്കൾ. അങ്ങനെ എപ്പോൾ നോക്കിയാലും സൃഷ്ടിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തത്വം ഉപദേശിക്കാനൊന്നും പറ്റില്ല. മക്കൾ ചോദിച്ചപ്പോൾ പോലും സംശയം പറയാൻ പറ്റാതെ, സംശയം തീർത്തു കൊടുക്കാൻ പറ്റാതെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു എന്നൊക്കെ ഹംസഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഈ മുക്തിസ്കന്ധം. അടിമുടി മനുഷ്യന്റെ മനസ്സിനെ എല്ലാ വിധത്തിലുള്ള നൂലാമാലകളും വടംവലികളും ആവലാദികളും എല്ലാം വിട്ട് ആ ആനന്ദഭരിതരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണിത്. ആ മുക്തിസ്കന്ധമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും വിശേഷം. 11 കൊല്ലമായി നാം തത്വസമീക്ഷാ സത്രം നടത്തുന്നു. പല ഭാഗവതോത്തമന്മാരും പണ്ഡിതന്മാരും ജ്ഞാനികളും സന്യാസിമാരും വൈരാഗ്യമൂർത്തികളും എല്ലാം വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ പ്രത്യേകിച്ചും എന്താണെന്നുള്ളത് അറിയാൻ നൈമിഷാരണ്യ പ്രേക്ഷകന്മാർക്ക് ഒരു വിഷമവും ഉണ്ടാവരുത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഭാഗവതത്തിൽ കൂടി ഒരു ഓട്ടം നടത്താം. എന്ത് പറയണു നിങ്ങൾ? ഒന്ന് ഓടട്ടെ? ഓടുക ചെയ്യാ കേട്ടോ. നമ്മുടെ ഭാരതത്തിന്റെ വിശേഷത എന്താന്ന് വെച്ചാൽ, അനാദിയായിരിക്കുന്ന വേദകാലം മുതൽക്ക് ഇവിടെ ശാസ്ത്രസാഹിത്യം വേണ്ടത്രയാ. നമ്മുടെ രാജാക്കന്മാര് എന്തെങ്കിലും സ്മരണിക കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പത്നിമാർക്കോ മക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ കെട്ടിയിട്ടില്ല. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പേരിൽ മാത്രമാണ്. തൃശ്ശൂരിൽ ഒരു വടക്കുനാഥൻ ക്ഷേത്രമുണ്ട്. ആരാ അത് കെട്ടിയത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ എത്രയെത്ര മഹാക്ഷേത്രങ്ങളാണ് 1000 കാല് മണ്ഡപത്തോടുകൂടി. ഇതൊക്കെ കെട്ടിയത് ആരാ? അതിൽ ഒരു ക്ഷേത്രം ഇപ്പൊ കെട്ടണമെങ്കിൽ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ മുതൽ മുടക്ക് കൊണ്ട് കെട്ടാൻ പറ്റില്ല എന്നാ പറയണത്. അപ്പൊ നമ്മൾക്ക് എന്തും നല്ലത് ചെയ്യുകയാണെങ്കിൽ ഈശ്വരന്റെ പേരിൽ ചെയ്യുക, ഭക്തിയുടെ പേരിൽ ചെയ്യുക, ഭഗവാന്റെ പേരിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വിശേഷമായിട്ടുള്ള കാര്യം. ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കൊടുത്ത സാധനത്തിന് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുപോലും പാടില്ല എന്നാ കൃഷ്ണൻ പറയണത്. ഒരു വിളക്ക് ഈശ്വരന് സമർപ്പിച്ചാൽ ഞാൻ കൊടുത്ത വിളക്കാണ്, നോക്കിയാൽ കഴിഞ്ഞു, കൊടുത്തത് കഴിഞ്ഞു. ഭഗവാന് സമർപ്പിച്ചാൽ നമ്മൾ തന്നെ സമർപ്പിക്കേണ്ടതാണ്. എല്ലാം ഈശ്വരന്റെ അവിടെ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, പാഞ്ചഭൗതികമായിരിക്കുന്ന ലോകം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഭക്ഷണം, കാറ്റ്, വെള്ളം എല്ലാം തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അപ്പൊ പിന്നെ ഈശ്വരന് കൊടുക്കുക എന്നൊരു ചോദ്യമില്ല. അറിവില്ലായ്മ കൊണ്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഴിപാടാ. വഴിയിൽ നമ്മുടെ പാടുള്ളത് പോലെയാ, തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുക. അനവധി സാമഗ്രികൾ വരും, അത് എടുക്കേണ്ടവരെടുത്ത് വേണ്ടതുപോലെ ധർമ്മയുക്തമായി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വിടുക. ഞാൻ കൊടുത്തതാണ്, ഒന്ന് നോക്കടോ, ഞാൻ കൊടുത്ത വിളക്കാ പറയരുത്. ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വിശേഷം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരവും മമതയും എത്രയും തുടച്ചു മാറ്റണം. ഇതാണ് ആവശ്യം. അപ്പൊ ഇങ്ങനെ അനവധി ശാസ്ത്രങ്ങൾ നമ്മുടെ പൂർവികർ രചിച്ചിട്ടുണ്ട്. എന്താ ഈ ശാസ്ത്രങ്ങൾ രചിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ലോകം നശ്വരമാണ്. നശ്വര ലോകത്തെ വിട്ട് അനശ്വരത സമ്പാദിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമേ ഇവിടെ അനശ്വരമായിട്ടുള്ളൂ. എല്ലാം നമ്മുടെ അനുഭവമാണല്ലോ. ലോകം നമ്മുടെ അനുഭവമാണ്, ദേഹം നമ്മുടെ അനുഭവമാണ്, നമുക്കുള്ള കുട്ടികൾ, സമ്പത്ത്, വീട് എല്ലാം നമ്മുടെ അനുഭവമാണ്. ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ നാം അനുഭവിക്കുന്നതൊക്കെ നശ്വരങ്ങളാണ്, ക്ഷയമുള്ളതാണ്. നശ്വരമല്ലാത്തൊരു സാധനം നമ്മളിലുള്ളത് ഉള്ളിലാണ്. അതിനെയാണ് നാം ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് കുട്ടി പറയാൻ തുടങ്ങി ഞാൻ. വയസ്സായി 94 ഞാൻ എന്നുള്ള പറച്ചിലിന് ഒരു മാറ്റവും ഇല്ല. ബാക്കിയൊക്കെ മാറിയിട്ടുണ്ട്. വായിലെ പല്ലും കൂടി പോയി, പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പൊ അനുഭവം വെച്ച് നോക്കുമ്പോൾ അനശ്വരമായ ഒരു പൊരുളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനാണ് ഈ അന്തരാത്മാ, ആത്മാ എന്ന് പറയുക. അത് ദ്രവ്യമല്ല, ഊർജമല്ല, ഐന്ദ്രിയ വസ്തുക്കൾ ഒന്നുമല്ല. അത് ഉണരാനും അനുഭവിക്കാനും മാത്രം സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട വസ്തുവാണത്.
സ്വാനുഭവം കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ബാക്കിയെല്ലാം വിട്ട് കുടീരങ്ങളിൽ ചെന്ന് താമസിച്ച് വ്യാസദേവനെ പോലെ, വാൽമീകി മഹർഷിയെ പോലെ, ശൗനകൻ ചെന്ന് ചോദിച്ചല്ലോ അങ്കിരസ് മഹർഷിയെ പോലെ അനവധി മഹർഷിമാര് ലോകവും ലോകബന്ധങ്ങളും വിട്ട് തപോധനന്മാരായി കുടീരങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് വേണ്ട സമയമുണ്ട്. 4 ഭാഗത്തും സുന്ദര സുഭഗമായിരിക്കുന്ന പ്രകൃതിയുടെ പരിലസനമാണ് എല്ലാ ദിക്കിലും. നൈസർഗികമായിരിക്കുന്ന സൗന്ദര്യം, നൈസർഗികമായിരിക്കുന്ന ആ പുതുമ, കുളിർമ, ഒന്നാന്തരം ജലം നദി കൂടി ഒഴുകിപ്പോണു. അങ്ങനെയുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് വേണ്ടത്ര സമയം കിട്ടി. ആ സമയം മുഴുവൻ എടുത്താണ് 24,000 ശ്ലോകങ്ങൾ വാൽമീകി മഹർഷി എഴുതിയത്. ഇരുന്ന ഇരിപ്പിൽ എഴുതിയ അദ്ദേഹം. ആ എഴുതി അങ്ങോട്ട് പോയപ്പോ എന്തായി? ആരുടെ ചരിത്രം എഴുതുന്നുവോ? ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ, ദശരഥന്റെ ശ്രീമന്തപുത്രൻ, ആ പുത്രന്റെ ചരിത്രം. അദ്ദേഹം തന്റെ ധർമ്മപത്നിയെ ഉപേക്ഷിച്ച് തന്റെ കാക്കില കൊണ്ടാക്കിയത്. അതുമുതൽക്ക് ആ പത്നിയെ സ്വീകരിച്ച് വേണ്ട പരിരക്ഷണമൊക്കെ നൽകി കുട്ടികൾക്കും എല്ലാം വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യവും കൂടി അദ്ദേഹത്തിനായി. ഇതാണ് അവരുടെ ജീവിതത്തിന്റെ വിശേഷം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കല. എന്തായി? അദ്ദേഹത്തിന്റെ ധർമ്മപത്നിക്ക് വേണ്ട ഗർഭശുശ്രൂഷ നടത്തിക്കാൻ ഗൃഹസ്ഥ ശിഷ്യന്മാരോട് പറഞ്ഞു. മക്കളുണ്ടായപ്പോ മക്കളെയും വളർത്തിക്കൊണ്ടുവരേണ്ടി വന്നു. താനോ ഭാര്യയും കുട്ടികളും ഉപേക്ഷിച്ച മനുഷ്യനാണ്. ഒരു കാലത്ത് ഉപേക്ഷിച്ചു, ഇപ്പൊ ഏതോ ഒരു ഭാര്യയെയും ആ ഭാര്യയുടെ കുട്ടികളെയും പരിരക്ഷിക്കേണ്ടി വന്നു ഭർത്താവ് പരിത്യജിച്ചപ്പോ. ഇതാണ് നമ്മുടെ മഹർഷിമാരുടെ പാരമ്പര്യം. കൂട്ടരെ മനസ്സിലാക്കൂ, ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ വൈഭവം മുഴുവനും നമ്മുടെ ഉള്ളിലാണ്, വിഭവം മുഴുവനും ഉള്ളിലാണ്. നമ്മുടെ മനസ്സ് തങ്കമാകണം, ബുദ്ധി അതിസൂക്ഷ്മമാകണം. ഉള്ളിലുള്ള വസ്തുവെ വെളിപ്പെടുത്തി തരാൻ സാധിക്കുന്ന ഒരു ബുദ്ധി നമുക്കുണ്ട്. അതിനെ ആ കാര്യത്തിൽ തന്നെ പ്രയോഗിച്ച് അത് നന്നാവണം. അങ്ങനെ അനവധി ശാസ്ത്ര സമ്പത്ത് നമുക്കുണ്ട്. അത് എത്രയാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ തത്വസാരായണം എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. 40ഓ 60ഓ പുസ്തകങ്ങൾ, ബൗണ്ട് പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാ. എഴുതിയിട്ട് ഒരു 80 കൊല്ലത്തോളായി. അത് ഇതുവരെ അച്ചടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ അതിൻ്റെ സ്കാൻ ചെയ്ത ഒരു കോപ്പി വേഗം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുണ്ട് അവിടെ എന്നാണ് എൻ്റെ വിചാരം. എന്തിനാ ഞാനിത് പറഞ്ഞത്? അനവധി ശാസ്ത്രങ്ങളാണ് നമുക്ക്. ആ ശാസ്ത്രങ്ങൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ സമയമില്ല, സന്ദർഭമില്ല, സാധിക്കൂല. ഇന്നത്തെ കാലത്താണെങ്കിൽ പറ്റൂല, സംസ്കൃതമാണല്ലോ ഭാഷ. അപ്പോ ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നതാണ് സൂതൻ മുഖാന്തരം. സൂതനോട് അടുത്തുള്ളവരെല്ലാവരും കൂടി ചോദിച്ചു അത്രേ, ആരാ ഈ സൂതന്മാര് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള സുപ്രസിദ്ധരായിരിക്കുന്ന ചാക്യാന്മാർ ചിലതുണ്ട്. അവര് മാതിരിയാ. അവര് ബ്രാഹ്മണരാണ്. ഇവിടെ കേരളത്തിൽ പറയും അല്പം പതിത്വം വന്നവരാണെന്ന്. അങ്ങനെയൊക്കെ ആയാലും അവർ വലിയ പണ്ഡിതന്മാരാ. ഇവിടെ തന്ത്രികൾ ഉണ്ടാവാം, മറ്റ് ശാസ്ത്രജ്ഞന്മാരുണ്ടാവാം. പക്ഷെ ഈ ചാക്യാന്മാർക്ക് വളരെയധികം അറിവും പരിചയമുണ്ട്. നല്ലോണം ശാസ്ത്രം വായിക്കും. ചാക്യാർക്കുള്ള നിർദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, നാള് മുഴുവനും അവർ മിണ്ടരുത്, എല്ലാം കാണാനും കേൾക്കാനേ പാടുള്ളൂ. ആ കണ്ടതും കേട്ടതും വേണ്ടതുപോലെ ആലോചിച്ച് വൈകുന്നേരം താൻ പറയാൻ പോകുന്ന ഉപന്യാസമുണ്ടല്ലോ, ആഖ്യാനങ്ങള്, ആ ഉപാഖ്യാനങ്ങളിൽ കൂട്ടിച്ചേർത്ത് ഫലിതത്തോടുകൂടി ജനങ്ങളെ വിമർശിക്കേണ്ടയിടത്ത് വിമർശിച്ച്, സ്തുതിക്കേണ്ടയിടത്ത് സ്തുതിച്ച്, മനുഷ്യർക്ക് വേണ്ടത്ര വിവേകവും വിശേഷബുദ്ധിയും പ്രദാനം ചെയ്യണം. ഇതാണ് ചാക്യാർമാരുടെ ദൗത്യം. അപ്പൊ അവരധികം സംസാരിക്കാൻ പോവില്ല. അപ്പൊ നല്ലൊരു ചാക്യാർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അമ്മ പഴയ കാലത്ത് പറഞ്ഞ ഓർമ്മയാ, പറയട്ടെ ഞാൻ. അപ്പൊ ചാക്യാന്മാര് വളരെ ഫലിതമുള്ളവരാ. നേരം പോക്കുമുണ്ട്, ഫലിതമുണ്ട്, വിമർശനമുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചു അത്ര കോലോത്തുനിന്ന്, ചാക്യാരെ ശൂർപ്പണയെ കെട്ടാൻ ഇന്ന് ആരാ? അപ്പൊ അമ്മാമ്മൻ പറഞ്ഞത് നീയാണെന്നാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് മനസ്സിലായോ? ആരാ ഒന്ന് ശൂർപ്പണയെ കെട്ടാൻ പോണേന്നാ ചോദിച്ചത്. അതിന് മറുപടി എന്താ? അമ്മാമ്മൻ പറഞ്ഞത് നീയാണെന്നാ. ആ സ്ത്രീ കരയാൻ തുടങ്ങി. എന്നെ പിടിച്ച് ശൂർപ്പണയെ കെട്ടാൻ പോലുണ്ട്. ചാക്യാര് പറഞ്ഞത് എന്താ? അമ്മാമൻ പറഞ്ഞു നീയാണെന്ന്. അപ്പൊ ആരാ കെട്ടേണ്ടത്?
പക്ഷെ അവരിങ്ങനെ ഫലിതത്തോടു കൂടി സംസാരിക്കുന്നവരാ. അമ്മാമ്മൻ പറഞ്ഞത് നീയാണെന്നാ, കഴിഞ്ഞല്ലോ കാര്യം. ഇങ്ങനെയുള്ള നേരം പോക്കും ഫലിതവും ഒക്കെ ഉള്ളവരാണ് ഈ ചാക്യാന്മാര്. അവർക്ക് അസാധ്യ അറിവാ. ആ വംശത്തിൽപ്പെട്ടവരാണ് ഈ സൂതന്മാര് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാ. അപ്പൊ അവർ ഇത്ര മഹത്തായ ഗംഭീരമായ ഗാഠമായ ശാസ്ത്രങ്ങൾ പറയണമെങ്കിൽ അവർക്ക് നല്ല അറിവും പരിചയവും തഴക്കവും പഴക്കവും ഒക്കെ വേണം. അപ്പൊ ആ സൂതനോട് ചോദിച്ചു അത്രേ. ശ്രീമദ് ഭാഗവതം പറയുന്നു, അങ്ങ് അനവധി ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം വായിച്ചിട്ടുള്ള ആളാണല്ലോ, അതിലുള്ള ശരിയായ രഹസ്യം ചുരുക്കാക്ഷരങ്ങളിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ അദ്ദേഹം പറയണ മറുപടിയാണ്, വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതഃ ഭഗവാനിതി ശബ്ദതേ. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഈ ഒരൊറ്റ ശ്ലോകമുണ്ടല്ലോ, ആദ്യത്തെ കൊല്ലം ഒന്നാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ഈ ശ്ലോകമാണ് ഇവിടെ എഴുതി വെച്ചത്. നാം ഈ മേടയിലിരുന്ന് ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പോകുന്ന കാര്യം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ. തത്വവിദഃ തത്വമറിയുന്നവർ, വദന്തി പറയുന്നു. നിങ്ങൾ ചോദിച്ചുല്ലോ എന്താണ് എസൻസ്, എന്താണ് കരുത്ത്, കാതലെന്ന്. ആ കാതലിനെ പറ്റി അവർ പറയുന്നത് തത്വം യജ്ഞാനമദ്വയം, തത്വം യജ്ഞാനമദ്വയം. അദ്വയമായിരിക്കുന്ന ജ്ഞാനം എന്തോ അതാണ് പരമസത്യം, അതാണ് രഹസ്യം, അതാണ് ഇതിന്റെ കാതലും കഴുമ്പും നാരായവേരും. നിങ്ങൾക്കറിയാമോ മനുഷ്യന് എല്ലാ സമയത്തും അറിവുള്ളവനാണെന്ന്? കാലത്തെണീറ്റാൽ നമ്മൾ കാണുകയും കാണുന്നതോടുകൂടി ചിലപ്പോൾ കേൾക്കും, ചില സമയത്ത് രുചിക്കും, ചിലപ്പോൾ തൊടും, ചിലപ്പോൾ വാസനിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ, the senses fixed on his body and the rest of the world and the objects around. Right from the morning the interaction starts. The moment you open your eyes, you at least see the roof first and then the walls next. Then you get up, go to the toilet, go to the bathroom, and you are interacting with all these objects one after the other. These interactions continue ceaselessly till you again fall back and begin to sleep, closing your eyes. കാലത്തെണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കോസരിയിൽ കിടന്ന് കണ്ണടച്ച് ഉറങ്ങുന്നത് വരെ നമുക്ക് സമ്പർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്പർക്കം എന്താ? അനുഭവാത്മകമാണ്. ഒന്നിലോ ദർശനം, അല്ലെങ്കിൽ ശ്രവണം, അല്ലെങ്കിലോ വാസനിക്കൽ, അല്ലെങ്കിലോ രുചിക്കൽ, അല്ലെങ്കിലോ സ്പർശിക്കൽ. ഈ ലോകം എത്ര വേണമെങ്കിലും വിപുലമാകട്ടെ, വിവിധമാകട്ടെ, അനന്തമാകട്ടെ, ആ ലോകത്തിനെ മുഴുവൻ അനുഭവിക്കാനായി നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. ഈ ലോകവസ്തുക്കളെ മുഴുവൻ വെറും 5 തീർക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. എന്റെ കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? നിങ്ങൾ കണ്ടിട്ട് പരിഭ്രമിക്കരുത്, ഭ്രമിക്കരുത്. ദി എൻറ്റയർ വേൾഡ് ഓഫ് പ്ലൂരാലിറ്റി ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഇൻ ടു 5 ബിഫോർ യുവർ സെൻസസ്. ഈ ലോകത്തിൽ അനവധി ഉണ്ടോ? ഇല്ല. എത്ര എണ്ണുണ്ട്? 5 എണ്ണം. എന്തൊക്കെയാ? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇത് വിട്ടു വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് 4 കുട്ടികളുണ്ട്. ആ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ കാണും, ഇല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കും, ഇല്ലെങ്കിൽ അടുത്തു വന്നാൽ എന്താ ഈ വാസന എന്ന് മണത്തു നോക്കും, സ്പർശിച്ചു നോക്കും. അപ്പൊ അവര് ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾക്ക് വിധേയരാണ്. ഈ ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും അല്ലാതെ 6ാമതൊരനുഭവം ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എന്താ ഉണ്ടോന്നാ ചോദിക്കണത്. ഉണ്ടെങ്കിൽ പറയിൻ. ആധുനിക മനുഷ്യൻ, നാഗരിക മനുഷ്യൻ എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ ആദിമ മനുഷ്യൻ ഉണ്ടായിരുന്നു, ഈ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്. ഈ ആധുനിക മനുഷ്യനും അതേ കണ്ണും മൂക്കും ചെവിയും നാവും ത്വക്കയുള്ളൂ. ഈ ലോകം അന്നും പഞ്ചഭൂതങ്ങളാണ്, എന്തും പഞ്ചഭൂതങ്ങളാണ്. ഇത് അനുഭവിക്കാനുള്ള ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണ് നമ്മുടെ പുതുമ? എന്താണ് നമ്മുടെ അഡ്വാൻസ്മെന്റ്, പ്രോഗ്രസ്, ഉന്നതി? നമുക്കൊരു ഇന്ദ്രിയം കൂടിയിട്ടില്ല. പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞ 6ാമതൊരു ഭൂതം ലോകത്തിലും ഉണ്ടായിട്ടില്ല.
അപ്പൊ പിന്നെ എന്താ അവിടെ പുതുമ? ഒന്നുമില്ല. അതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം അനാദിയായി വാഴുന്നത്. അന്ന് അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, the truths, evaluations and appraisement they were able to make in the remotest age at that time, those truths and principles and goals and values are even now current and applicable. They are unalterable. They have an eternal character because they remain to be the same ever and ever. അന്ന് കണ്ടുപിടിച്ച സത്യങ്ങൾ അതേ രൂപത്തിൽ ഇന്ന് തുടരുന്നു, ഒരു വ്യത്യാസവുമില്ല. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ മഹിമ. ആ ഉണർവാണ് നമ്മൾക്ക് എപ്പോഴും ഉള്ളത്. ഉറക്കത്തിൽ ആ ഉണർവ് നഷ്ടപ്പെട്ടാലും ഉറങ്ങി എണീറ്റിട്ട് നാം പറയണു ഞാൻ ഉറങ്ങീന്ന്. അപ്പൊ ആ ഉറങ്ങിയ സമയം മുഴുവനും നാം ഉറങ്ങിയത് അറിഞ്ഞാലല്ലേ എണീറ്റിട്ട് ഉറങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യൻ ഉണർവ് സ്വരൂപിയാണ്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. ആ ജ്ഞാനം അദ്വയമായി തീരണം. എന്താണ് ഈ അദ്വയം? ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട്. ആ രണ്ടല്ലാതെ ആയിത്തീരണം. എന്താണ് ഈ രണ്ട്? എന്താ ഈ രണ്ടല്ലാതെ ആവല്? പറയട്ടെ ഞാൻ. നിങ്ങൾ കേൾക്കുവോ? ചെവി കടം മേടിച്ച് കേൾക്കുവോ? ബുദ്ധി നല്ലോണം പതിപ്പിച്ച് കേൾക്കുവോ? എന്തറിവുണ്ടെങ്കിലും അത് അനുഭവ രൂപത്തിലാണ്. ആ അനുഭവത്തിന് സഹായിക്കുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. അത് ഇവിടെയൊക്കെ കറുപ്പാണ്, ഇവിടെ വേറെ ഒരു നിറാണ്, ഇവിടെ അതിനൊരു ക്ലിപ്പൊക്കെ ഉണ്ട്, ഇതൊക്കെ കറുപ്പാണ്, വരയുണ്ട് എന്നിങ്ങനെ ഞാൻ നോക്കി പറയണു, കൈകൊണ്ട് തൊടുന്നു എന്ന് വെച്ചാൽ എന്താ ഇതിനർത്ഥം? കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, ആ കണ്ടതിൻ്റെ ഒരു പതിപ്പ് എൻ്റെ ഉള്ളുണർവിൽ പതിയണു. ആ പതിപ്പിനെയാണ് ഞാൻ പെൻ എന്ന് പറയുന്നത്. സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെല്ലാവരും അവിടെയുണ്ട്, ഞാൻ എവിടെ ഇരിക്കണു. പ്രകാശകിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വീണു, അവിടുന്ന് അത് പ്രതിബിംബിച്ച പോലെ പ്രതിഫലിപ്പിച്ച് അങ്ങനെ പോരണു. എന്നിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് ഉള്ളിലാണ് നിങ്ങളുടെ ഒക്കെ ഒരു പതിപ്പുണ്ടായിത്തീരുന്നത്. അപ്പൊ എൻ്റെ മനസ്സ്, ഉള്ളുണർവ്, നിങ്ങളുടെ എല്ലാവരുടെയും പതിപ്പ് കണ്ണിൻ്റെയും പ്രകാശകിരണങ്ങളുടെയും സഹായത്താൽ എടുത്ത് മനസ്സ് തന്നെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന പതിപ്പുകളെയാണ് ഞാൻ കാണുന്നത്, അല്ലാതെ നിങ്ങളെയല്ല. സമ്മതിക്കോ? അതിനുള്ള ബുദ്ധിയുണ്ടോ? നല്ല മനസ്സുണ്ടോ? നിങ്ങൾ അവിടെയായിരിക്കണത്, ഞാൻ എവിടെയായിരിക്കണത്? ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നു. ഇത്ര ആളുണ്ട് എന്നുള്ളത് ഇവിടുന്ന് എനിക്ക് പറയാം. അത് പറയാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ അനുഭവമാണ്. ഈ അനുഭവം കണ്ണുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും കണ്ണിലല്ല അനുഭവം, എൻ്റെ ഉള്ളിലാണ് അനുഭവം. അപ്പൊ ഈ കണ്ട വസ്തുക്കൾ എൻ്റെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് എൻ്റെ ഉള്ളുണർവിൽ പതിയുന്നതല്ലേ? ആ ഉള്ളുണർവിൽ പതിയുന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള പ്രതിച്ഛായയാണത്. അപ്പൊ മനസ്സിലുള്ള പ്രതിച്ഛായ മാനസമോ അതോ ദ്രവ്യമോ? മനസ്സിലല്ലേ പ്രതിച്ഛായ ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിലുള്ള പ്രതിച്ഛായ എങ്ങനെ ബാഹ്യവസ്തുവാകും? ഇപ്പൊ സൂര്യൻ കാലത്ത് അവിടെ ഉദിക്കണു, നമ്മൾ എത്രയോ ദൂരെ നിൽക്കണു. ആ ഉദയസൂര്യനെ നാം കണ്ട് ആ ഉദയസൂര്യന്റെ ഒരു പതിപ്പ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാക്കി തീർക്കണു. അപ്പൊ ഞാൻ കാണുന്ന സൂര്യൻ ബാഹ്യസൂര്യനോ അതോ എൻ്റെ മനസ്സിലുള്ള പതിപ്പോ? അപ്പൊ മനഃപതിപ്പ് മാനസമോ അതോ ബാഹ്യമോ? ഇങ്ങനെ നോക്കുമ്പോ നാം കാണുന്ന ലോകമടക്കം എല്ലാം തന്നെ എൻ്റെ ഉള്ളുണർവിലുള്ള പതിപ്പാണ്. ശബ്ദമാകട്ടെ, ദൃശ്യമാകട്ടെ, നിറമാകട്ടെ, ആകൃതിയാകട്ടെ, എന്തു തന്നെ ആയാലും എൻ്റെ മനസ്സാൽ സ്വയം തന്നെ മനസ്സിലുണ്ടാക്കുന്ന പതിപ്പുകളാണ്. അപ്പൊ മനോവൃത്തികൾ മനസ്സിന്റെ വ്യാപാരങ്ങൾ തന്മൂലം ഉണ്ടാവുന്ന പല വിധത്തിലുള്ള കസർത്തുകളാണ് മനസ്സിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തു എൻ്റെ മനസ്സിലെ പ്രതിച്ഛായ വിട്ട് എപ്പോഴെങ്കിലും ഒന്നുണ്ടോ അവിടെ? അതാണ് അദ്വൈതജ്ഞാനം. നമ്മൾ വിചാരിക്കണു നിങ്ങളൊക്കെ വേറെ, ഞാനൊക്കെ വേറെ, കണ്ണിന് കാണാനുള്ളത് വേറെ, ചെവിക്ക് കേൾക്കാനുള്ളത് വേറെ, ഇങ്ങനെ വിഭിന്നമാണെന്നൊരു തോന്നൽ എല്ലാറ്റിനെയും കുറിച്ച് നമുക്കുണ്ടെങ്കിലും ഈ വിഭിന്നത മുഴുവനും നമ്മുടെ മനസ്സ് സ്വയം ഉള്ളിലുണ്ടാക്കി തീർക്കുന്നതാണ്. ഞാനൊരു ആനയെ കാണുമ്പോൾ ഞാൻ ആനയാവുന്നുണ്ടോ? കുതിരയെ കാണുമ്പോൾ കുതിരയാവുന്നുണ്ടോ?
കരിക്കട്ട കാണുമ്പോൾ കരിക്കട്ട ആവുന്നുണ്ടോ? ഈ കരിക്കട്ട എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് രചിക്കുന്നതാണ്. ഒരു കണ്ണാടി എടുക്കൂ, അതിൻ്റെ മുമ്പിൽ ഒരു ആനയെ കാണിച്ചാൽ ആ ആന പ്രതിബിംബിക്കണു. അതുകൊണ്ട് കണ്ണാടി ആനയായോ? ഒരു കരിക്കട്ടയെ പ്രതിബിംബിപ്പിക്കുമ്പോഴോ? അപ്പോഴും ആയില്ല. എന്നിട്ടാണോ നമ്മുടെ മനസ്സ് ആനയും കരിക്കട്ടയാവണത്? അപ്പൊ എന്ത് തന്നെ പതിപ്പുകൾ മനസ്സിൽ രൂപപ്പെട്ടാലും ആ രൂപപ്പെട്ട പതിപ്പുകൾ ആയിത്തീരണില്ല മനസ്സ്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി ഈ കാണുന്നത് മുഴുവനും എൻ്റെ ഉള്ളുണർവാണ്. അതിലുള്ള പ്രതിച്ഛായകളാണ്. ഈ പ്രതിച്ഛായ നിങ്ങളാരും ഉണ്ടാക്കുന്നതല്ല. ഞാനൊരു തൂണ് കണ്ടു, തൂണിന്റെ പ്രതീതി എൻ്റെ ഉള്ളിലുണ്ടായി. എൻ്റെ ഉള്ളിൽ തൂണിന്റെ പ്രതീതി ഉണ്ടാക്കാൻ മിസ്റ്റർ തൂണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ ഇവരും മിണ്ടാത്തെ? മിസ്റ്റർ തൂണ് എൻ്റെ ഉള്ളിൽ പതിപ്പുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ അവിടെ? ഞാൻ നോക്കി പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എൻ്റെ മനസ്സിൽ അതിൻ്റെ പതിപ്പ് മനസ്സുണ്ടാക്കുകയാണ്. അപ്പൊ മനസ്സിന്റെ സർവ്വ അനുഭവങ്ങളും മനോവൃത്തികളും മാനസപ്പതിപ്പുകളുമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആനയും കുതിരയും ഒട്ടകവും കരിക്കട്ടയും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം? സ്വർണം എന്ന പതിപ്പ്, കരിക്കട്ട എന്ന പതിപ്പ്. ഈ പതിപ്പിലൊക്കെ പ്രതിഫലിക്കുന്നതോ പരിലസിക്കുന്നതോ എൻ്റെ മനസ്സും ഉള്ളുണർവും മാത്രമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാലോ, അതാണ് എപ്പോഴും പറയണത്, അക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു. അവിടെ ഒരു നാരായണ എന്ന് പറഞ്ഞ് അങ്ങോട്ട് രക്ഷപ്പെട്ടു. ഇതാണ് നിങ്ങൾക്കുള്ള തകരാറ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനസ്സാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തോ. അവിടെ നിർത്തി നിങ്ങള് ഓടി അങ്ങോട്ട് പോവാ. നാരായണായ നമ കഴിഞ്ഞു. നമുക്ക് ഒരു ചുമതലയില്ല. പിന്നെ ആ നാരായണൻ ഒരു നമസ്കാരം അങ്ങോട്ട് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. നടക്കില്ല. ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള പതിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി സമ്മതിച്ചേ തീരൂ. ഭൂമി എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നതാണ്. ഖരവസ്തു എന്നുള്ളത് നമ്മുടെ ക്ലാസിഫിക്കേഷനാണ്. നാം ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ നമ്മുടെ നാവിൽ നിന്ന് വന്നതാണ്. ഡിക്ഷണറി മുഴുവനും നമ്മുടെ പദങ്ങളാണ്. ഈശ്വരൻ എന്ന വാക്കും നമ്മുടെ രചനയാണ്. ആ ഈശ്വരനെ വിവരിക്കേണ്ടത് നാമാണ്. All the words that are filling our dictionaries are composed by us, evolved by us. Every word is an evolution from the human mind, expressed through the human mouth, the vocal system. And it is for the human to explain it properly, adequately, in an ample manner. God also is a word. It expresses an idea which the human mind feels and wants to express. It is for us to explain it. What is this God? What is this God? അതാണ് ശ്രീമദ് ഭാഗവതം ചെയ്യുന്നത്. അതാ ചോദിച്ചത്, അങ്ങ് ഇത്രയധികം വായിച്ചുല്ലോ, ആ വായിച്ചതിലുള്ള എസൻസ് കരുത്തെന്താണെന്ന്. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഈ അദ്വയ ജ്ഞാനത്തെയാണ് ബ്രഹ്മേതി പരബ്രഹ്മം എന്ന്, പരമാത്മേതി പരമാത്മാ എന്ന്, ഭഗവാൻ ഇതി ശബ്ദതേ ഭഗവാൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഭഗവാൻ എന്ന് പറഞ്ഞു വായ പൊളിക്കും, എന്നിട്ടോ ചുമതലയില്ലല്ലോ, അവിടെയാണല്ലോ. ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അവനവന്റെ നെഞ്ഞത്ത് കൈവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴേ ഭക്തിയായുള്ളൂ. ഇത് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിയാൽ ഓരോ ഉപദ്രവവും ഇല്ല. എന്തെങ്കിലും ഒരു പഴം തൊലി ഉരിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമതല തീർന്നു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതല്ല, മനസ്സിലാക്കൂ. ഈ അദ്വൈതജ്ഞാനത്തെയാണ്, ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ജനിക്കുന്നതാണ്. അത് രണ്ട് എന്നുള്ള ആ പിരിവ് മാറി, വ്യത്യാസം മാറി ഒന്നായി തീർന്നാൽ ആ ഒന്നായി തീരുന്ന അദ്വൈതജ്ഞാനത്തെയാണ് പരബ്രഹ്മം, ദ സുപ്രീം റിയാലിറ്റി, പരമാത്മാ, ദ ഇൻമോസ്റ്റ് സെൽഫ്, ഭഗവാൻ, ദ സുപ്രീം ലോർഡ് ഓൾമൈറ്റി. ഇങ്ങനെ മൂന്ന് വാക്കുകൾ നമ്മൾ പറയുന്നത്. ബ്രഹ്മം, ആത്മാ, ഈശ്വരൻ എന്ന് പറയുന്നത്
ഈ അദ്വൈതജ്ഞാനത്തെയാണ്. എങ്ങനെയാ ഈ ജ്ഞാനം അദ്വയമാവുക എന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതത്തിന് പറയാനുള്ളത് എന്താ? അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മ സങ്കൽപ്പ വികൽപ്പകം മനോ ബുധോ നിരുന്ധ്യാത് അഭയം തതസ്യാത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? എത്ര അരുമയോടുകൂടിയാണ് ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയണത്. അവിദ്യമാനോപ്യവഭാതി ദ്വയോർധ്യാതുർധിയാ സ്വപ്നമനോരഥോ യഥാ. നല്ലോണം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പറയട്ടെ ഞാൻ. അവിദ്യമാനഹ അഭി, ഇല്ലാത്തതാണെങ്കിലും ഇതിന് ഒരാളും അർത്ഥം തേടണ്ട. അവിദ്യമാനഹ അഭി, ഇല്ലാത്തതാണെങ്കിലും അവഭാതിഹി അവഭാതിഹി, അത് പരിലസിക്കുന്നു, പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നു. എന്താ കാരണം? ധ്യാതുർധിയ, അത് കാണുന്നവന്റെ ബുദ്ധിയുടെ മഹത്വത്താൽ, ബുദ്ധിയുടെ വൈഭവത്താൽ. ഞാൻ കണ്ണു തുറന്ന് ഉദയസൂര്യനെ കാണുന്നത് സൂര്യന്റെ പ്രഭാവമോ അതോ എൻ്റെ കണ്ണിൻ്റെയും കണ്ണുണ്ടാക്കിയ ഉള്ളുണർവിൻ്റെയും പ്രഭാവമോ? കണ്ണില്ലെങ്കിൽ നിങ്ങൾ കാണുമോ? കണ്ണുണ്ടാക്കിയത് മിസ്റ്റർ സൂര്യനാ. അപ്പൊ നമ്മുടെ കണ്ണുണ്ടാക്കിയത് ആരാ? അതാ കുട്ടിയുടെ ഉള്ളിൽ, ആ ബീജത്തിന്റെ ഉള്ളിലുള്ള ശക്തിയാണ്. അതാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് നമ്മുടെ ശരീരത്തിന് മുഴുവൻ രൂപം കൊടുത്തത്. ഇവിടെ വന്നപ്പോ കണ്ണായി, ഇവിടെ വന്നപ്പോ മൂക്കായി, ഇവിടെ വന്നപ്പോ പുരിയമായി, ഇവിടെ വന്നപ്പോ ചുണ്ടായി, നാവായി, കയ്യായി, വിരലായി, അങ്ങനെ അംഗോപാംഗങ്ങളൊക്കെ ആയി തീർന്നത് ഈ ഉണർവ്, ആ ശക്തിയാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തം മാത്രമേ ആഹാരത്തിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ആ ശരീരം മുഴുവനും, ഇന്ദ്രിയം മുഴുവനും, മനസ്സ് മുഴുവനും, ബുദ്ധിയും സെല്ലും എല്ലാം ഉണ്ടാക്കിയത് അതാണ്. ആ ഉണ്ടാക്കിയ കണ്ണുകൊണ്ടാണ് സൂര്യൻ എന്ന് പറഞ്ഞ് കാണുന്നത്. നമ്മുടെ കണ്ണും മനസ്സും മുദ്ര കുത്തുമ്പോഴാണ് മിസ്റ്റർ സൂര്യൻ സൂര്യനാവുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? ധ്യാതുർധിയ, ഈ സൂര്യനെ കാണുന്ന ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയുടെ വൈഭവം കൊണ്ടാണ് ഈ വസ്തുക്കളായി പ്രകാശിക്കുന്നത്. കണ്ണാണ് ഇവിടെ അനവധി ദൃശ്യങ്ങൾ രചിച്ച് ഉണ്ടെന്ന് പറയണത്. ചെവിയാണ് ശബ്ദങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. മൂക്കാണ് മണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. നാവാണ് രുചിഭേദങ്ങൾ പറയുന്നത്. ത്വക്കാണ് സ്പർശഭേദങ്ങൾ നിർവചിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ വിട്ട് ഇവിടെ ഒരു ലോകവസ്തുക്കളില്ല, അവയുടെ വൈവിധ്യവുമില്ല. അവിദ്യമാനോപ്യവഭാതി ദ്വയോർ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ. ദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മസങ്കൽപ്പ വികൽപ്പകം മനോ. ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ? സ്വപ്നമനോരഥൗ യഥാ. സ്വപ്നമനോരഥൗ യഥാ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണും. ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ്. ആ മനസ്സൊരു ഖരവസ്തുവല്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഭാഷ? ഖരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഖരം എന്ന് പറഞ്ഞാൽ സോളിഡ്, ഗ്രോസ്. അങ്ങനെ ഒരു വസ്തുവല്ല ഈ മനസ്സ്. ശരീരം ഖരമാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ അത് ഖരമല്ല. ഖരമല്ലാത്തൊരു മനസ്സ് എങ്ങനെയാണ് കെട്ടിടങ്ങളെയും നഗരങ്ങളെയും വണ്ടിയും യാത്രയും വിമാനവും ഒക്കെ സൃഷ്ടിക്കുന്നത്? എങ്ങനെയാ? മനസ്സിന് ആ നിർമ്മാണ ശക്തിയുണ്ട്. അപ്പൊ ഖരമല്ലാത്ത മനസ്സ്, അതിസൂക്ഷ്മമായ മനസ്സ്, ചേതനാത്മകമായ മനസ്സ്, അചേതന വസ്തുക്കളെ എത്രയോ ലക്ഷോപലക്ഷം കോടാനുകോടി രചിക്കണു സ്വപ്നത്തിൽ. ആ മനസ്സിന്റെ പ്രഭാവം കൊണ്ടാണ് മനോരഥൗ യഥാ. ദിവാസ്വപ്നം എന്ന് പറഞ്ഞതുപോലെ ഡേ ഡ്രീം, അപ്പോഴും നാം സ്വപ്നം കണ്ട് പലതും ദൃശ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇങ്ങനെ എല്ലാ കൃതികളും വികൃതികളും ഉണ്ടാക്കി തീർക്കുന്ന മനസ്സുണ്ടല്ലോ. തത്കർമ്മ സങ്കൽപ്പ വികൽപ്പകം മനോ. ഒന്ന് കേൾക്കിനപ്പാ നിങ്ങള്. 11 കൊല്ലം കഴിഞ്ഞു. തത്കർമ്മ സങ്കൽപ്പ വികൽപ്പകം മനോ. ഇങ്ങനെ പല വിധത്തിലുള്ള കർമ്മങ്ങളെയും സങ്കല്പങ്ങളെയും വികല്പങ്ങളെയും ഉണ്ടാക്കി തീർക്കുന്ന ഈ കുസൃതി കൊടുക്ക മനസ്സുണ്ടല്ലോ. നിരുന്ധ്യാത് അഭയം തതസ്യാത്. ആ മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ആ മനസ്സിനെ കുറേശ്ശെയായി നിങ്ങൾക്ക് നിരോധിക്കാൻ സാധിക്കണം. അതാണ് മനുഷ്യത്വം.
പല്ലുമുറിയെ തിന്നത് കൊണ്ട് മനുഷ്യനാവില്ല. കണ്ണ് കഴയ്ക്കുന്നത് വരെ കണ്ടതുകൊണ്ട് മനുഷ്യനാവില്ല. കല്യാണം കഴിച്ച് 4 കുട്ടികളുണ്ടായി പഠിപ്പിച്ച് അമേരിക്കയ്ക്കും ഫ്രാൻസിലും അയച്ചതുകൊണ്ട് മനുഷ്യനാവില്ല. തത് കർമ്മസങ്കൽപ്പ വികൽപകം മനോ നിരുന്ധ്യാത്. ആ മനസ്സിനെ നിരോധിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാണുന്നത് മുഴുവനും മനഃകൃതമാണ്, മനോരചനയാണ്, മനഃസൃഷ്ടമാണ്, മനസ്സിന്റെ കൃതിയും വികൃതിയുമാണ് എന്ന് മനസ്സിലാക്കി ചെറുപ്പം മുതൽക്ക് തന്നെ ഈശ്വരന്റെ നാമങ്ങൾ ചൊല്ലി ക്ഷേത്രങ്ങൾ ദർശിച്ച് അവിടെ തപസ് എന്നുള്ള രൂപത്തിൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രസാദം തൊട്ട് മുതിർന്നവരോട് ബഹുമാനത്തോടുകൂടി എപ്പോഴും ഗുണമൂല്യ സമ്പന്നനായി ജീവിച്ച് അങ്ങനെ സുന്ദര കുട്ടികളും സുന്ദര യുവാക്കളും യുവതികളുമാവണം. നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു സഭ്യതയുണ്ട്, നമുക്ക് ഉള്ളഴകാണ് ശരിയായിട്ടുള്ള അഴക്. പുറം അഴക് അത് പെറ്റപ്പം കിട്ടിയതാ. നമുക്ക് ചില വിശ്വസുന്ദരി കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ വിശ്വത്തിൽ സുന്ദരിയാണത്രേ. അതിന് അവൾക്കെന്താ വൈഭവമുള്ള? ആ കുട്ടി ഉണ്ടാക്കിയത് ആ സൗന്ദര്യം അമ്മ പെറ്റപ്പം കിട്ടി, അതിന് അമ്മയെ സമ്മാനിച്ചോട്ടെ. വേണമെങ്കിൽ ശരിയായിട്ടുള്ള സമ്മാനം പ്രകൃതിക്കാണ് കൊടുക്കേണ്ടത്. ആ കുട്ടി എന്ത് സമ്പാദിച്ചു എന്നാ നിങ്ങൾ പറയണത്? മുഖം അഴകായിരിക്കണു, അതുകൊണ്ട് എന്താ? ആ കുട്ടിയുടെ ഒരു ശില്ലിക്കാശ് അതിലില്ല, എന്നിട്ട് സമ്മാനമാണത്രേ. എന്താ? എല്ലാവർക്കും കാണാൻ നന്നായിരിക്കുന്നുണ്ടല്ലോ. മനസ്സിന്റെ അഴകിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ മനസ്സിനെ വേണ്ടതുപോലെ നിരോധിച്ചാൽ മാത്രമേ അഭയം തദസ്യാത്, അഭയം നിർഭയമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സ് രചിക്കുന്നതാണ് രാഗം, ദ്വേഷം, ഭയം എന്ന് പറയുന്ന 3 ഉദ്വേഗങ്ങൾ, വേഗങ്ങൾ. ആകർഷണം, വികർഷണം, ഭയം. ആദ്യം പോകുന്നത് ആകർഷണമാണ്, രണ്ടാമത് പോകുന്നതാണ് വെറുപ്പും വിദ്വേഷവും, അവസാനമായി ഇല്ലാതെയാവുന്നതാണ് ഭയം. യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഭാഗവതത്തിന്റെ വെർഡിക്റ്റാണ് ഞാൻ ഈ പറയുന്നത്, കേട്ടോളൂ. ദീസ് ആർ ദ ക്ലിയർ പ്രൊനൗൺസ്മെന്റ്സ്, ദ ഗ്രേറ്റ് സ്ക്രിപ്ചർ, the great devotional excellent scripture Srimad Bhagavata pronounces repeatedly and argues out and establishes in a rational and scientific manner. Yadidam manasa vaja chakshurбhyam shravanadibhih nashwaram grihyamanam cha viddhi mayamanomayam. ഉദ്ധവനോട് കൃഷ്ണൻ പറയാണ്, ദ്വാരകയെ വിട്ട് നിന്റെ ആരാധനയ്ക്ക് പാത്രമായിരിക്കുന്ന ഈ കൃഷ്ണനെയും ദേവകീപുത്രനെയും വിട്ട് നിസ്സംഗമായി നീ ബദരികാശ്രമത്തിൽ ചെല്ലണം. അവിടെ അളകനന്ദയിൽ കുളിച്ച് ആ പ്രകൃതിയുടെ നൈസർഗിക സൗന്ദര്യം കണ്ട് അനുഭവിച്ച് കാലം കൊണ്ടുണ്ടായ ശരീരത്തെ കാലത്തിന്റെ ഗമനം വഴി അങ്ങോട്ട് വിട്ടുകളയ് എന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പൊ പോകാനുള്ള മനസ്സ് വേണമല്ലോ, അതിനുള്ള ബലം വേണമല്ലോ. അതിന് ഹീസ് പ്രൊവൈഡിങ് ആൻ അനാലിസിസ് ഓഫ് ദ എൻറ്റയർ വേൾഡ്. ലോകത്തിന്റെ മുഴുവൻ ഒരു അപഗ്രഥനമാണ് നടത്തുന്നത്. യദിദം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ. ഇവിടെ നീ എന്തെല്ലാം കാണുന്നുണ്ടോ, മനസാ മനസ്സുകൊണ്ടോ, വാച വാക്കുകൊണ്ടോ, ചക്ഷുർഭ്യാം കണ്ണുകൾ കൊണ്ടോ, ശ്രവണാദിഭിഃ കാത് മുതലായ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഇവിടെ എന്തെല്ലാം ദർശിക്കുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ, ഉണരുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ, അത് മുഴുവനും നശ്വരം ഗൃഹ്യമാണം ച, അത് മുഴുവനും നശിക്കുന്നതാണേ എൻ്റെ ഉദ്ധവ, നശിക്കുന്നതാണേ എൻ്റെ ഉദ്ധവ. നീ കാണുന്ന ഈ ശരീരം, കൃഷ്ണശരീരം, സംസാരിക്കുന്ന ഈ കൃഷ്ണന്റെ നാവ്, ഈ കൃഷ്ണമുഖം, ഇതൊക്കെ നശ്വരമാണ്. ഏതാനും ദിവസത്തിന്റെ ഉള്ളിൽ ഞാനിതാ പൂവാണ്, എൻ്റെ കൂട്ടരും പൂവാണ്, എല്ലാം ഇവിടെ നശിക്കുന്നതാണ്. ഗൃഹ്യമാണം ച, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തെല്ലാം ഗ്രഹിക്കുന്നുവോ അത് മുഴുവനും നശ്വരം. വിദ്ധി, മനസ്സിലാക്കൂ, മായാമനോമയം. എത്ര തവണ പറയണം ഞാനിത്? മനോമയം, മനോമയം, മായാമനോമയം. ഒന്ന് പറയൂ, എല്ലാവരും പറയുന്നപ്പാ. മായാമനോമയം പോരാ, മായാമനോമയം, വിദ്ധി മായാമനോമയം, വിദ്ധി മായാമനോമയം.
അങ്ങനെ വിചാരിക്കൂ എന്റെ ഉദ്ധവ. അപ്പോളേ തനിക്ക് പോകാനുള്ള ശക്തി ഉണ്ടാവൂ. എങ്ങനെയായാലും ഇതൊന്ന് പോയേ തീരുള്ളൂ. എത്ര കാലം ജീവിക്കും ഇവിടെ? മക്കളെയും മരുമക്കളെയും കെട്ടിപ്പിടിച്ച് ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ നമ്മുടെ മാജി ഉണ്ടല്ലോ, അവരുടെ പൂർവാശ്രമത്തിലെ പിതാവ് വളരെ വൃദ്ധനായി, 93 വയസ്സായി. അമ്മ ശരീരം വിട്ടുപോയി. അപ്പൊ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പോയി. അങ്ങനെ നേരെ ചെന്നത് ശ്മശാനത്തിലേക്കാ. ആ ശ്മശാനം എത്ര വൃത്തിയാക്കി വെച്ചിരിക്കണമെന്ന് അറിയോ? എനിക്ക് വളരെ ഇഷ്ടമായി. 48 സ്ഥലത്ത് ഒരുമിച്ച് ശരീരങ്ങൾ ദഹിപ്പിക്കാം. വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ പുകയൊക്കെ പോവും. അങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം കരയാൻ പുറപ്പെട്ടപ്പോൾ, നോക്കൂ, ജീവിച്ചിരുന്നപ്പോൾ ഭാര്യയ്ക്ക് വേണ്ട ശുശ്രൂഷ, ഭക്ഷണം, സ്നാനം ഇതൊക്കെ ചെയ്തു. മരിച്ചുപോയി കഴിഞ്ഞാൽ കരയില്ല. ആ ശവത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് ഇപ്പൊ മകൻ ചെയ്യണത്. നമ്മൾ ദഹിപ്പിക്കാൻ പോവാ. ശവത്തിനെ ദഹിപ്പിക്കുകയാണല്ലോ വേണ്ടത്. അപ്പൊ അഗ്നിക്ക് സമർപ്പിച്ച് അതിന് സാക്ഷിയായിരുന്നത് വേണ്ടതുപോലെ കത്തി ദഹിക്കട്ടെ, അവിടെ കൂടെ ഇരുന്ന് നല്ലപോലെ കാണുക, ഇങ്ങനെയാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയില്ല. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കുക, ഒരു വാസനയില്ല. എന്തിനാ ശ്മശാനം? ആരെ ദഹിപ്പിക്കാനാ? പട്ടിയും പൂച്ചയും ദഹിപ്പിക്കാനോ? അപ്പൊ നമ്മളൊക്കെ എവിടെ പൂണ്ടവരാ കൂട്ടരെ? സത്രശാലയിൽ ഇങ്ങനെ ഇരിക്കേണ്ടവരാ കസേര. എന്താ ഈ പേടിക്കണപ്പാ? മരണം എന്ന് പറഞ്ഞതുകൊണ്ട് മരണം വരില്ല, വരണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് വരാതെ ഇരിക്കൂല. അഗ്നി എന്ന് പറഞ്ഞാൽ നാവിന് ചൂട് തട്ടുവോ? പിന്നെ മരണം എന്ന് പറഞ്ഞാൽ എന്തിനാ പേടിക്കണേ? നല്ല കൂത്ത്. വിദ്ധി മായാമനോമയം. അത് മനോമയമാണെന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാധചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃഥാ ഗുണവിസർഗകൃതോ വികൽപ. ഞാൻ ഈ പറയുന്നതൊക്കെ ഞാനാണ്. നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? ഒന്ന് പറയണപ്പാ. എനിക്ക് എന്ത് സന്തോഷാന്നറിയോ? എന്നേക്കാൾ അധികം സന്തോഷം കൃഷ്ണനാണ്, മഹാവിഷ്ണുവിനാ. ഞാൻ എന്തിനാ ഈ മുക്തിസുധാകരത്തിനൊക്കെ പുറപ്പെട്ടെ? ഭഗവാന് ഒരാക്ഷേപം ഉണ്ടാവരുത്. എന്താ ആക്ഷേപം? എൻ്റെ നല്ല വാക്കുകൾ കുറെയെങ്കിലും പേരെ പറഞ്ഞു ധരിപ്പിക്കാൻ ഇവിടെ ആരും പുറപ്പെട്ടില്ലല്ലോ എന്നൊരു വിഷമം അദ്ദേഹത്തിന് തോന്നരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാനതിന് പുറപ്പെട്ടത്. എന്താ, ഒരു സന്യാസിക്കോ ഒരു ആശ്രമത്തിനോ ഒക്കെ നടത്താൻ പറ്റുന്ന കാര്യമല്ല. ഒരു എപ്പിസോഡിന് 20,000 ഉറുപ്പികയാണ് ചെലവ് വരുന്നത്. 3.5 കോടി ഉറുപ്പിക ഞങ്ങൾ ചെലവാക്കി കഴിഞ്ഞു. 4 കൊല്ലം ഏതാണ്ട് തികയാറായി. മാർച്ച് മാസത്തിലേക്ക് 4 കൊല്ലം. 3 കൊല്ലം 9 മാസവും കഴിഞ്ഞു. ഏകദേശം 2 ചാനലിലാണ്, ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളമായിട്ട് നടത്തണേ. ഇത് മൊട്ടത്തലയന്മാർക്കുണ്ടോ സാധിക്കുന്നത്? എന്നാലും ഇത് പറയണമെന്ന് പറഞ്ഞ ഒരാൾ ആവശ്യപ്പെട്ട ചെയ്യൂ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണക്ഷൻ്റെ ഉള്ളിൽ ഇറക്കി ഏണിയെടുത്ത മാതിരിയായിരുന്നു. ഞാൻ പുറപ്പെട്ടത് എന്താ? ഭഗവാന്റെ വാക്കുകൾ പറയാൻ ആരും പുറപ്പെട്ടില്ല എന്നൊരാക്ഷേപം ഈശ്വരനുണ്ടാവരുത്. God should not feel that my beautiful words, nobody is there to explain to the ordinary people, to the understanding of the others, these beautiful eternal truths which you will never hear from anywhere in the world. അതാണ് എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ ഇത്ര വലിയ സന്തോഷം. ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാധചക്രം. ഈ കാണുന്നത് മുഴുവൻ ഹംസഗീതയിൽ പറയാണ്. ഈ കാണുന്നത് മുഴുവൻ വിഭ്രമമിതം. ഒന്ന് പറയൂ. ഇത് ഭ്രമമാണ്. മനസോ വിലാസം, മനസ്സിന്റെ വിലാസമാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് എ പ്യൂർ ആൻഡ് എ ഹോൾസം ഡിസ്പ്ലേ ഓഫ് ദ മൈൻഡ്. ആസ് ആർ തോട്ട്സ് സോ ആർ ദി ഓബ്ജക്ട്സ് ഇൻ ദിസ് വേൾഡ്. ഈ ഓബ്ജക്ട്സിനെ സംബന്ധിച്ച് നിങ്ങളത് സോളിഡ് ആണ്, ഗ്രോസ് ആണ് എന്നൊരു തോന്നലുണ്ടല്ലോ. ദാ ഈ പുസ്തകം കനത്തതാണ് എന്ന് പറയുന്നു. ഇത് എവിടെയാ കനത്തത്? കൈകൊണ്ട് സ്പർശിച്ചിട്ടാണ് കനം എന്ന് പറയണത്. കണ്ണുകൊണ്ട് കണ്ടിട്ട് നിറം, കൈകൊണ്ട് സ്പർശിച്ചിട്ട് കനം. കേൾക്കുന്നുണ്ടോ? അപ്പൊ കനം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഇന്ദ്രിയത്തിന്റെ സ്പർശം. അതാണ് നിറവും കനവും കൂടിയിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതും ഇന്ദ്രിയങ്ങളുടെ രചന തന്നെയാ. മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം
ഇത് കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും വിനഷ്ടം, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലോലം, വളരെ ലോലമാണ്. അലാതചക്രം, ആ വിരലുകൊണ്ട് ഇങ്ങനെ തിരിക്കുമ്പോ ഒരു വട്ടം നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ വട്ടമുണ്ടോ? കാണുന്നില്ലേ? ആ കാണുന്ന വട്ടം ഒരു വിരലേ ഉള്ളൂ. ആ വിരല് വേഗത്തിൽ അങ്ങോട്ട് നീങ്ങുമ്പോ ഒരു വട്ടമായി നിങ്ങൾ കാണുന്നു. ആ വട്ടം ഉണ്ടോന്ന്? അതുപോലെയാണ് ഈ ലോകം. അതുപോലെയാണ് ഈ ലോകം. ദൃഷ്ടം വിനഷ്ടമതിലോലമലാധചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ. വിജ്ഞാനം മാത്രമേ ഉള്ളൂ ഇവിടെ, ഉള്ളുണർവ് മാത്രമേ ഉള്ളൂ. ബാഹ്യവസ്തുക്കളില്ല. ഈ ഉള്ളുണർവ് അതിന്റെ മഹിമയാൽ, സ്വശക്തിയാൽ രചിക്കുന്നതാണ് സ്വപ്ന വസ്തുക്കളെ പോലെ ഈ ലോകം മുഴുവനും. ഗുണവിസർഗകൃതോ വികൽപ. ഈ ത്രിഗുണമയമായിരിക്കുന്ന ഈ സൃഷ്ടി മുഴുവനും വികൽപ, മനസ്സ് രചിക്കുന്ന വികൽപ്പമാണ്. പുംസോ അയുക്തസ്യ നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭാഗ് കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത എന്നിങ്ങനെ പോണു. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ വരുമ്പോഴാണ് ലോകഭ്രമങ്ങളും മോഹങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തി നോക്കൂ, നിങ്ങളെ ഒരു ലോകവും ഭ്രമിപ്പിക്കില്ല, മോഹിപ്പിക്കില്ല. എന്നിങ്ങനെ സത്യം ഉപദേശിച്ച് അവസാനം ഉദ്ധവന് ബോധ്യമായി. എന്നിട്ട് പോണുതാ ആ കൃഷ്ണനെ നോക്കിക്കൊണ്ട്. കാക്കല് നമസ്കരിച്ചു. എന്തായാലും കൃതജ്ഞതയും നന്ദിയൊക്കെ ഉണ്ടാവുമല്ലോ, സ്നേഹം. കാക്കല് നമസ്കരിച്ച് കണ്ണീരുകൊണ്ട് ആ കാലങ്ങൾ കുളിപ്പിച്ച് അവിടുന്ന് എണീറ്റ് മെതിയടിയെടുത്ത് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി അദ്ദേഹം ബദരികാശ്രമത്തിലേക്ക് പോയി. ആദ്യം പറഞ്ഞു, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ വിട്ട് 1/2 സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിലപിച്ച് കരഞ്ഞ അതേ ഉദ്ധവനിതാ കണ്ണീരോടുകൂടി ആ കൃഷ്ണപരമാത്മാവിനെ വിട്ട് ഹിമാലയത്തിലേക്ക് ബദരികാശ്രമത്തിൽ നരനാരായണ പർവ്വതങ്ങളുടെ ഇടയിൽ ഇരുന്നങ്ങോട്ട് കൂടിയിരിക്കുക. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്. ആ ബദരീനാഥത്തിൽ നിന്നുള്ള മണ്ണെങ്കിലും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അളകനന്ദ എന്ന് പറയുന്നത് ഭാഗീരഥിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നുമായി വരുന്ന പല പേരുകളുമാണ്. മന്ദാകിനി, അളകനന്ദ, ഭാഗീരഥി, ഗംഗ, ഉത്തരവാഹിനി, ഇതൊക്കെ ഗംഗയുടെ പേരുകളാണ്. ആ ഗംഗോത്രിയിൽ നിന്നെടുത്തിട്ടുള്ള ജലം, ബ്രഹ്മകപാലത്തിൽ നിന്നുള്ള ജലം, മാനസ സരസ്സിൽ നിന്നുള്ള ജലം, എല്ലാ ജലവും കൂടി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ഉള്ളിൽ ഈ സംസ്കാരത്തിന്റെ പ്രഭാവം ഒന്ന് കയറണം. നിങ്ങൾ മൂലം നമ്മുടെ രാജ്യം മുഴുവനും നന്നാവണം. നമ്മുടെ സംസ്കാരം കറയില്ലാത്തതാണ്, നിസ്തുലമാണ്. അതിന് തുലനം ചെയ്യാൻ ലോകത്തിലൊന്നുമില്ല. നമ്മുടെ പൂർവികരൊക്കെ മരിച്ചുപോയി, പക്ഷേ നമ്മുടെ ജന്മഭൂമി, മാതൃഭൂമി മരിച്ചിട്ടില്ല. എന്ത് മൂല്യങ്ങളും രചിക്കണമെങ്കിൽ മാതൃഭൂമിയോടുകൂടി ബന്ധപ്പെടുത്തി വേണം രചിക്കാൻ. ആ മാതൃഭൂമിയിലുള്ള വിശേഷ സംസ്കാര സൂചികകളാണ് പലതും. അതിൽപ്പെട്ടതാണ് ചതുർധാമങ്ങൾ, അതിൽപ്പെട്ടതാണ് സപ്തമുക്തിസ്ഥാനങ്ങൾ, അഷ്ടനദീ പ്രവാഹങ്ങൾ, ഓരോന്നും. അപ്പൊ ആ മണ്ണൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും കാണിച്ച്, ഇതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പുണ്യ സ്ഥലങ്ങളാണ്. അതോ കണ്ട് അതിൽ നിന്നുള്ള ഒരു സ്പന്ദനം, ഒരു പ്രഭാവം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നാം നന്നാവണം എന്നുള്ള വിചാര. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ സംസ്കാരം ഉണ്ടാവില്ല. ഒരു രാമൻ, ദശരഥന്റെ പുത്രൻ, വാൽമീകി വിവരിച്ചിട്ടുള്ള ആ രാമചന്ദ്ര മഹാപ്രഭു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ക്ഷേത്രവും കെട്ടി ആരാധിക്കാൻ തുടങ്ങുമ്പോഴേ സംസ്കാരം വരുള്ളൂ കൂട്ടരെ. Any kind of a cultural legacy must be in the way of a personal story or a narration. We have to relate them to persons, places, events and different forms of dialogue. അങ്ങനെ വരുമ്പോഴേ കൾച്ചറൽ ലെഗസി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ രാമായണം വരുത്തി തീർത്തതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആ സ്ട്രഗിൾ ഉണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്. മഹാത്മാഗാന്ധിയുടെ ഇൻസ്പിരേഷൻ രാമരാജ്യവും രാമനുമായിരുന്നു. അതാണ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ മനസ്സ് വികസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സപ്തസമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നത്. നിങ്ങളുടെ മനസ്സ് വികസിക്കട്ടെ.
സമുദ്രസമം ആയിത്തീരട്ടെ, ആയിത്തീരട്ടെ. സ്വദേശത്തോട് സ്നേഹമുണ്ടാകട്ടെ. ആ സ്വദേശ സംസ്കാര ചിഹ്നങ്ങളോട്, സംസ്കാര സ്ഥാനങ്ങളോട് നിങ്ങൾക്ക് അകൈതവമായിരിക്കുന്ന ഒരു കൂറും കടപ്പാടും പ്രതിബദ്ധതയും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നാളത്തെ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നാളെ എല്ലാവരും വന്ന് കണ്ടതിന് ശേഷം ഈ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞം പരിസമാപിക്കുന്നതോടുകൂടി ആ കലശങ്ങൾ ഓരോന്നായി എടുത്ത് കുറേ ധർമ്മസേവകന്മാരിവിടെ കൊണ്ടുവന്ന് ഒരു സഞ്ചിയിൽ എല്ലാം കൂടി 5 സാധനമിട്ട് പ്രസാദം നിങ്ങൾക്ക് എല്ലാവർക്കും തരും. നമ്മൾ പറഞ്ഞ പോലെ. അപ്പം നാളെ കാലത്ത് ഇത് കഴിയുന്നത് വരെയും കൂടി അവിടെ ഉണ്ടാവും. ഒരഭിപ്രായം ഉണ്ടായിരുന്നു ഇന്ന് തന്നെ അത് നീക്കാന്ന്. അപ്പം നാളെയാണല്ലോ കൂടുതൽ ആൾക്കാർ വരിക, നിങ്ങളെല്ലാവരും കാണണം അവിടെ എങ്ങനെയാണ് അടക്കി വെച്ചിരിക്കണേന്ന്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇവിടെ ഭക്തന്മാർ വന്ന് 5152 കലശം ഗംഗാജലം നിറച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചതും. എളുപ്പമാണോ നിങ്ങൾക്ക്? ഒരു ദിവസം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഹനുമാൻ ലങ്കയ്ക്ക് ചാടിയ മാതിരിയാ. ഞങ്ങളുടെ ആശ്രമത്തിലുള്ളവരോട് പറഞ്ഞു, എല്ലാവരെയും പറഞ്ഞയച്ചു. ഇവിടുത്തെ ആൾക്കാരും കൂടി എല്ലാവരും കൂടി ടപ്പ് ടോപ്പ് ചാടി അങ്ങോട്ട് കഴിച്ചു. ഞാൻ ഒരു 2-3-4 ദിവസമെങ്കിലും പിടിക്കുന്നു വിചാരിച്ചു. ഒക്കെ കൺകുളിർക്ക കാണാൻ. ഇതൊക്കെ നമ്മുടെ രാജ്യം, അതിൻ്റെ വൈഭവം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ മഹത്വം, അതിനോട് നമുക്ക് തോന്നേണ്ട കടപ്പാട്, കൂറ്, പ്രതിബദ്ധത, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ മുത്ത് 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 പോലെ ഉണ്ടാവണം. നിങ്ങൾ കുട്ടികളെ ഉമ്മ വയ്ക്കുമ്പോഴും കൂടി നിങ്ങൾക്ക് ആ രാജ്യസ്നേഹം, സംസ്കാര സ്നേഹം, ആ പൈതൃകത്തിനോടുള്ള പ്രതിബദ്ധതയാവണം നിങ്ങളുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടും ഉമ്മ കൊണ്ടും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കൂട്ടരെ, ജനിച്ചത് വീട്ടിലാണ്, വളരുന്നത് ലോകത്തിലാണ്. വിശ്വം മുഴുവനും വ്യാപിക്കണം അവരുടെ മനസ്സ്. വസുധൈവ കുടുംബകം, വസുധൈവ കുടുംബകം. വീട്ടിൽ ജനിച്ച കുട്ടിയുടെ മനസ്സ് ലോകം മുഴുവനും എൻ്റെ കുടുംബമാണ്, കുടുംബമാണ്, കുടുംബമാണ് എന്ന് തോന്നണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഞാൻ പലതും പറഞ്ഞു വന്നപ്പോൾ ഇത്രയേ പറയാൻ സാധിച്ചുള്ളൂ. നമ്മളുടെ തത്വപ്രവചന പരമ്പര ഇതോടുകൂടി അവസാനിക്കുന്നു. ഞാൻ മലയാളത്തിലൊരു ശ്ലോകം പറഞ്ഞു നിർത്താം. ആ ശ്ലോകം ഞാൻ തന്നെ രചിച്ചതാ, എന്നെ പറ്റിയിട്ടാ. എൻ്റെ അമ്മ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞു തന്നപ്പോൾ അത് കേട്ട് പായയിൽ കിടക്കുക ഞാൻ. അമ്മ രാത്രി കൂടെയുണ്ട്, അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ. ഞാൻ എവിടെയാണ് കിടന്നുറങ്ങിയിരുന്നതെന്നറിയോ? ഇവിടുന്ന് ഒരു 250-300 മീറ്റർ അകലെ. അവിടെ നിലത്തിങ്ങനെ കിടക്കുക, കിഴക്കോട്ട് തലവെച്ച്. അപ്പം അമ്മ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞു. എല്ലാവരും കൂടി കാട്ടിലേക്ക് പോയി മിഞ്ഞിപ്പുല്ല് അരിയാൻ വേണ്ടി അവിടെ ചെന്നു. ഈ കുമാരന് രോഹിതാക്ഷന് അരിയാൻ പറ്റണില്ല. എല്ലാവരും കൂടി തിരക്ക് കൂട്ടി, ഡോ വരികയാണെങ്കിൽ വരിക, ഞങ്ങൾ പോവായി എന്ന് പറഞ്ഞു. അപ്പം അവരെല്ലാവരും കെട്ടി പുറപ്പെട്ടപ്പോൾ ഈ കുട്ടി അരുവാളെടുത്തിട്ട് അരിയാൻ പോയപ്പോൾ പാമ്പൊരൊറ്റ കൊത്ത്. അതങ്ങോട്ട് കേട്ടപ്പോൾ കുടു 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 കുടുന്നിനെ കരയാൻ തുടങ്ങി. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ, ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. അതാണ് ഞാൻ ഈ പാർലിക്കാട്ടിലേക്ക് നിങ്ങളെല്ലാവരും വിളിച്ചപ്പോൾ രണ്ടാമതും വന്നത്. ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് ജന്മദേശവും ജന്മബന്ധങ്ങളെയും വിട്ടു പുറത്തു പോകണമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, മുതിർന്നവർ. ഞാൻ ഒടുക്കത്തവനായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ. അവരെയൊക്കെ വിട്ടുപോയത് സന്യാസിമാരുടെ ഒരു വ്രതവും ഒരു സമ്പ്രദായമാണ്.
അത് കഴിഞ്ഞ് പുരുഷോത്തമ സ്വാമിജിയുടെ നിർബന്ധം മൂലം പാറലിക്കാട്ട് വന്നതും ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ പേരിൽ ഇവിടെ വന്ന് കൊല്ലം തോറും ഇത് ഇങ്ങനെയൊക്കെ ആവുന്നത് ആ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു. ആ വാത്സല്യം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നതാ. പക്ഷെ അത് തുടങ്ങിയത് എവിടെയാ? ഏതോ ഒരു ലോഹിതാക്ഷൻ കാട്ടിലേക്ക് പോയി എന്ന് അമ്മ പറഞ്ഞ് എൻ്റെ ചെവി കേട്ടപ്പോ മരണം ചെവിയിലാ നടന്നത്, ഹൃദയത്തിലാണ് ബാധിച്ചത്. കുടുകുടുന്നിനെ കരയാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ സംസ്കാരം നമ്മളിൽ ജനിപ്പിക്കുന്ന പ്രഭാവം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ ഭൂമാനന്ദ സ്വാമിജിക്ക് വളരെ സന്തോഷവും കൃതാർത്ഥതയും. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എനിക്കൊരു കർത്തവ്യവുമില്ല, ഒന്നും കൊടുക്കാനുമില്ല മേടിക്കാനുമില്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, അടയേണ്ടതൊക്കെ അടഞ്ഞു കഴിഞ്ഞു. എന്നാലും ശരീരമുള്ളതുകൊണ്ടും ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ടും ആകാവുന്നിടത്തോളം കാര്യം അതാത് കാലത്ത് ചെയ്യേണ്ടതെന്തോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കൃത്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് വസിഷ്ഠൻ പറയണതാണ് ശ്രീരാമനോട് ആ ജ്ഞാനത്തിന്റെ പരമകാഷ്ഠ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി. നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സാ ആലിംഗനം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികളും കുട്ടികൾക്ക് കുട്ടികളും നീണ്ട പരമ്പര എണ്ണമറ്റ തലമുറകൾ ഉണ്ടാവട്ടെ. സർവ്വ കുട്ടികൾക്കും ആദ്യമായിട്ട് വേണ്ടത് കുടുംബസ്നേഹമാണ്, പിന്നെ സമാജസ്നേഹം, ഈശ്വരഭക്തി, നമ്മുടെ മാതൃഭൂമിയോടുള്ള സ്നേഹം. ഈ സമാജത്തിന് താൻ മൂലം ഒരു മുതൽക്കൂട്ടും സംഭാവനയുമേ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞ് അധ്വാനിക്കാനും വിവേകത്തോടുകൂടി മുന്നേറാനും ഉള്ള ഒരു ശേഷിയും ശേമുഷിയും വേണം. അതെല്ലാം ഉണ്ടായി എല്ലാവരും നന്നായിരിക്കൂ.